ഏവർക്കും നമസ്കാരം. ഇന്ന് ഗ്ലാസ്ഗോയിലെ സ്റ്റുഡിയോയിൽ സാൻ ടി വിയുടെ സ്റ്റുഡിയോയിൽ അതിഥിയായി വന്നിരിക്കുന്നത് അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിം, ഓർഗനൈസിംഗ് ഡയറക്ടർ ഓഫ് യുവകലാസാഹിതി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. യുവകലാസാഹിതിയുടെ സാഹിത്യോത്സവം ഈ അടുത്ത് ലണ്ടനിൽ വെച്ച് നടന്നിരുന്നു, ജൂൺ 21. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മുടെ കൂടെ ഇവിടെ ഇന്നത്തെ ഗ്ലാസ്ഗോ സ്റ്റുഡിയോയിൽ നമ്മുടെ കൂടെ എത്തിച്ചേർന്നിരിക്കുന്നു. വെൽക്കം ടു ദ സ്റ്റുഡിയോ. മുഹമ്മദ്, നമുക്ക് ആരംഭം തൊട്ട് പറയാം, നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് UK-യിൽ. ഞാൻ 2023 ജനുവരിയിൽ ഞാൻ ഇൻടേക്കിൽ ഇവിടെ സ്റ്റുഡൻ്റായിട്ട് മാസ്റ്റേഴ്സ് പഠിക്കാൻ വന്നതാണ്. ഞാൻ ഗവൺമെൻറ് ലോ കോളേജ് തിരുവനന്തപുരത്ത് നിന്ന് LLB കംപ്ലീറ്റ് ചെയ്തു. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ BA പൊളിറ്റിക്കൽ സയൻസ് കംപ്ലീറ്റ് ചെയ്തു, സെൻറ്റ് ജോൺസ് കോളേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ തന്നെ. അത് കഴിഞ്ഞിട്ട് ഞാൻ മാസ്റ്റേഴ്സ് MA ഇൻ്റർനാഷണൽ റിലേഷൻസ് മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റിയിൽ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ യുവകലാസാഹിതി എന്ന് പറയുന്നൊരു സംഘടന നമ്മുടെ നാട്ടിലുള്ള സംഘടനയാണ്. അത് 1975 ആലപ്പുഴയിൽ KPSC അങ്കണത്തിൽ വെച്ച് രൂപീകരിച്ച സംഘടനയാണ്. അത് KPSC അങ്കണത്തിൽ വെച്ച് രൂപീകരിക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രി CH അച്യുതമേനോൻ, PKV, ONV കുറുപ്പ്, തകഴി ശിവശങ്കർ, അങ്ങനെ പ്രഗത്ഭരായ തോപ്പിൽ ഫാസിയോടക്കമുള്ള പ്രഗത്ഭരായ നമ്മുടെ മലയാളത്തിൻ്റെ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അവർ രൂപീകരിച്ചൊരു സംഘടനയാണ് യുവകലാസാഹിതി. ആ യുവകലാസാഹിതിയുടെ രൂപീകരണത്തിന് ശേഷം 50 വർഷമാവുകയാണ്. 2025 ആകുമ്പോൾ 50 വർഷമാവുകയാണ്. അപ്പോൾ ഇന്ന് കേരളത്തിലുടനീളം ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇന്ത്യക്ക് പുറത്ത് GCC കൺട്രീസിലും UAE-യിലുണ്ട്, സൗദിയിലുണ്ട്, ഖത്തറിലുണ്ട്, ബഹ്റൈനിലുണ്ട്, അങ്ങനെ GCC കൺട്രീസിലും നമ്മുടെ സംഘടനയുടെ പ്രവർത്തനമുണ്ട്, യുവകലാസാഹിതി എന്ന സംഘടന. അതിനുശേഷം കഴിഞ്ഞ 2023 ഓഗസ്റ്റിലാണ് UK-യിൽ ആദ്യമായി നമ്മൾ യുവകലാസാഹിതിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതിപ്പോൾ ഈ മാസമാകുമ്പോൾ നമുക്ക് 2 വർഷം തികയാണ്. രണ്ടാം വാർഷികത്ത് നമ്മൾ ഒക്ടോബർ മാസത്തിലേക്കാണ് നമ്മുടെ വാർഷികം ആലോചിച്ചിട്ടുള്ളത്, ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജൂണിൽ നമ്മുടെ ഒരു സിഗ്നേച്ചർ പ്രോഗ്രാം, നമുക്ക് എല്ലാ സംഘടനകൾക്കും ഇവിടെ ഒരുപാട് മലയാള സംഘടനകളുണ്ട്, എല്ലാ സംഘടനകൾക്കും സ്വാഭാവികമായി അവരുടേതായ സിഗ്നേച്ചർ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാം ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം, നമ്മുടേതായ രീതിയിലൊരു സിഗ്നേച്ചർ പ്രോഗ്രാം കൊണ്ടുവരണം എന്നുള്ളൊരു പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനം വലിയ തോതിലുള്ള ചർച്ചകളും നിർദ്ദേശങ്ങളും ഇതിനെക്കുറിച്ച് നന്നായി ഞങ്ങൾ സ്റ്റഡി നടത്തിയപ്പോഴാണ് നമുക്ക് എന്തുകൊണ്ടൊരു സാഹിത്യോത്സവം, ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ തന്നെ ആലോചിച്ചുകൂടാണ്. അപ്പോൾ കേരളത്തിന് പുറത്ത് അങ്ങനെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറയാൻ കഴിയുന്ന നിലയിൽ നടത്തുന്നില്ല കേരളത്തിന് പുറത്ത്. പക്ഷെ കേരളത്തിനകത്ത് എല്ലാ ജില്ലകളിലും അക്ഷരമാലാക്രമത്തിൽ സാഹിത്യോത്സവം നടക്കുന്നുണ്ട്. നല്ല DC ബുക്സ്, മാതൃഭൂമിയുടേത്, KLF, YL, അങ്ങനെ പലതരത്തിലുള്ള ഇൻ്റർനാഷണൽ, അങ്ങനെ പല നല്ല രീതിയിലുള്ള മലബാർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, അങ്ങനെ പലതരത്തിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലും ഉണ്ട്. അതുമാത്രമല്ല നമ്മുടെ സ്കൂൾ സംവിധാനങ്ങളിലും ഉണ്ട് കലോത്സവങ്ങളുടെ ഭാഗമായി കൊണ്ടുവരുന്നു. ഇപ്പോൾ ഏറ്റവും അടുത്ത് തന്നെ നമ്മുടെ എല്ലാ പുസ്തക പ്രസാധകരുടെ രീതിയിൽ ഇതേപോലെ DYFIയുടെ നേതൃത്വത്തിലൊരു സംഘടന അവർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തുന്നു. അങ്ങനെ ഇപ്പോൾ കോഴിക്കോട് ലോ കോളേജിൻ്റെ നേതൃത്വത്തിൽ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, അങ്ങനെ താഴെത്തട്ടിലേക്ക് വായനശാലകൾ, നമ്മുടെ ലൈബ്രറികളുടെ കേന്ദ്രീകരിച്ച്, ജില്ലാ തലസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ച്, അങ്ങനെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അത് നല്ലതാണ്. നമ്മുടെ ഈ കാലത്ത് ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുമ്പോൾ ചരിത്രം, അവരുടെ സംസ്കാരം, അവരുടെ പൈതൃകം, ഈ കേരളത്തിൻ്റെ അടിസ്ഥാന നിലനിൽപ്പ്, എഴുത്തിൻ്റെ പ്രാധാന്യം, ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വലിയ തോതിൽ വളരെ വലിയ ഉപകാരമാണ്. അപ്പം നമുക്ക് ഇവിടെ UK-യിൽ എഴുത്തുകാരുടെ ഒരുപാട് പേര് എഴുതുന്നവർ, വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, മലയാളത്തെ സ്നേഹിക്കുന്നവർ, നമ്മുടെ സംസ്കാരത്തോടൊപ്പം നിൽക്കുന്നവർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നാട് കടന്ന് ഇവിടെ എത്തിയെങ്കിൽ പോലും മലയാളി എന്ന ആ ഒരു സത്വബോധത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിതിനെ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. അത് ഒരു 3 മാസം മുന്നേ, നമ്മൾ ഒരു ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് പുസ്തകോത്സവം, ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനോടൊപ്പം നമ്മൾ ചെയ്തത് പുസ്തകോത്സവം, പുസ്തകങ്ങൾ വാങ്ങിക്കാൻ ഞങ്ങൾക്കൊരു അവസരം, ഇവിടെ ഒരു 100-400ഓളം ടൈറ്റിൽ പുസ്തകങ്ങൾ നമ്മളിവിടെ കൊണ്ടുവരികയും മേടിക്കാനുള്ള അവസരം ഉണ്ടായി. രണ്ടാമത് പുസ്തക പ്രകാശനം, ഇവിടെ എഴുതി പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങൾ ഏതൊരു എഴുത്തുകാരൻ തൻ്റെ പുസ്തകം അവിടെ പ്രകാശനം ചെയ്യാനുള്ളൊരവസരം നമ്മൾ ആ വേദി ഉപയോഗിക്കാൻ അവസരം കൊടുത്തു. പിന്നീട് പുസ്തക പരിചയപ്പെടുത്തൽ, ഇവിടെ നിരവധി പേർ ഓൾറെഡി പുസ്തകങ്ങൾ എഴുതി പബ്ലിഷ് ചെയ്തവരുണ്ട്. അവരുടെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്താൻ ഒരു വേദിയില്ല. ലണ്ടനെ സംബന്ധിച്ച് അല്ലെങ്കിൽ UK സംബന്ധിച്ച് അങ്ങനെ ഒരു വേദിയില്ല. ലണ്ടൻ പോലൊരു സ്ഥലത്ത് നമ്മളിങ്ങനെ ഒരു അവസരം കൊടുക്കുമ്പോൾ അതിനായി ഒരുപാട് പേർ നമ്മൾ ശ്രമിച്ചു, അവർക്കൊരു അവസരം നമ്മൾ കൊടുത്തു.
അതിനുശേഷം നമ്മൾ ഈ നമ്മുടെ കുറേ ആർട്ട് ഗാലറി വര നല്ല ചിത്രരചന പെയിൻറ്റിങ് പോലുള്ള നമ്മുടെ മലയാളികൾ തന്നെ നല്ല കഴിവുള്ള എഡ്വിൻ ജോർജ്, അനു, അങ്ങനെയൊക്കെ കുറച്ച് പേരെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സാധിച്ചു. അവർക്ക് അതിന് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു വേദി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗാലറി നമ്മൾ അറേഞ്ച് ചെയ്തു. പിന്നീടാണ് നമ്മൾ ഡിഫറെൻറ്റ് ടോപ്പിക്സിൽ പലതരത്തിലുള്ള വിഷയങ്ങളിൽ വെച്ച് നമുക്കൊരു സംവാദം, ടോക്ക് ഷോകൾ പോലെ നമ്മുടെ എക്സ്പേർട്ടുകളായിട്ടുള്ള ഇതിന് പറ്റിയ, നമ്മളെപ്പോഴും നാട്ടിലുള്ളവർക്കാണ് പ്രിഫറൻസ് കൊടുക്കുക. പക്ഷേ നമ്മളൊരു തോട്ട് വന്നത് നമുക്ക് ഇവിടെയുള്ള ഈ UK യിലുള്ളവർക്കാണ് അവസരങ്ങളില്ലാത്തത്. അത്തരക്കാരെ കണ്ടെത്തി അവർക്ക് നമ്മളൊരു മെയിൻ സ്ട്രീം ഒരു വേദി കൊടുക്കുക, അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അവർക്ക് പറയാനുള്ളതും ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഔട്ട്ലൈനായിട്ട് വന്നത്. അതിലേക്ക് ഞാൻ വരാം. ഓരോ സെഷനെ കുറിച്ചും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സെഷൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനു മുമ്പേ ഗോയിങ് ബാക്ക് എ പോയിന്റ് അഗെയിൻ, ആധുനിക സാങ്കേതിക വിദ്യ നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അതൊരു വലിയൊരു ചോദ്യമാണ്. അത് പലപ്പോഴും ആൾക്കാർ മറക്കുന്നൊരു കാലഘട്ടമാണ്. അതായത് ChatGPT പോലത്തെ വലിയ വലിയ ബോട്ട്സും ഒക്കെ അവൈലബിൾ ആണ് ഇന്ന്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനൊരു ആശയം അതും UK യിൽ കൊണ്ടുവരാൻ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, യുവ കലാസാഹിത്യയെക്കുറിച്ചും നാട്ടിലുള്ള. എന്തുകൊണ്ട് UK യിൽ സാഹിത്യോത്സവം എന്നുള്ളൊരു ചോദ്യം. നമ്മളിത് പറയുമ്പോൾ യുവകലാസാഹിതി എന്ന് പറയുന്നത് നമ്മുടെ ബ്രൗഷറിൽ നിങ്ങൾ ഈ ബ്രൗഷർ നോക്കുമ്പോൾ തന്നെ നമ്മൾ കൃത്യമായി പറയുന്നുണ്ട്, നമുക്ക് കല, സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് യുവകലാസാഹിതി. കൃത്യമായ രാഷ്ട്രീയം ഇതിനുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം, നമ്മൾ അങ്ങനെ എക്സ്പ്ലിസിറ്റായി പറയുന്നതിനപ്പുറം നമ്മുടെ സംഘടനയ്ക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. അത് മാനവികതയുടെ രാഷ്ട്രീയമാണ്. അത് നമ്മളത് പറയുമ്പോൾ നമ്മുടെ കേരളത്തിന്, മലയാളത്തിന് അതിൻ്റെ ഭാഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഭാഷ എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ഈ ഒരു തമാശയ്ക്കെങ്കിലും പറയാം, നമ്മൾ ലോകത്ത് ഏത് ചന്ദ്രനിൽ പോയാലും ഒരു മലയാളി ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ ഒരു മലയാളിക്കുള്ള ഒരു സർവൈവൽ കപ്പാസിറ്റി ഭയങ്കരമാണ്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് കുടിയേറി വരുന്ന ഒരു ജനതയ്ക്ക് നമ്മൾ കാണുന്ന 900-കളിൽ കണ്ട 1990-80-കളിൽ കണ്ട മാറ്റമല്ല ഇന്ന് 2020-കളിലുള്ളത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കണക്ക് ടെക്നോളജി വലിയ തോതിൽ വർദ്ധിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം പത്രം വായിച്ചിരുന്ന പുസ്തകങ്ങൾ പിന്നീട് ഓൺലൈൻ മാധ്യമങ്ങളായി, ഓൺലൈൻ പത്രമാധ്യമങ്ങളായി, പിന്നീട് ഓൺലൈനിൽ ന്യൂസ് കാണുന്നതായി. ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ, നമുക്കൊരു പുസ്തകം വായിക്കണമെങ്കിൽ അതിൻ്റെ ഓഡിയോ MP3 രൂപത്തിൽ കിട്ടും. നമുക്കത് ഹെഡ്സെറ്റ് വെച്ച് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ വായന എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ്. അതുപോലെ തന്നെ ഇവിടേക്ക് കടന്നു വരുമ്പം മുറി മലയാളമായി, മലയാളം പ്രോപ്പറായി, മലയാളം എന്ന ആ ഒരു ഭാഷ നമ്മൾ മറന്നു പോകുന്നുണ്ട്. അതിൽ ഇപ്പോഴും മലയാളം മിഷന്റെ നേതൃത്വത്തിൽ മലയാള അക്ഷരം പഠിപ്പിക്കാനും മലയാളം വിദ്യാഭ്യാസം നൽകാനും ഇവിടെ UK ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും മലയാള ഭാഷയുടെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ, എന്താണ് മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷ മാത്രമല്ല, അതൊരു സംസ്കാരം കൂടിയാണെന്ന്. നമ്മളിപ്പോൾ ഈ ബ്രിട്ടീഷ് പാസ്പോർട്ട് കിട്ടി നമ്മളിവിടെ ബ്രിട്ടീഷ് സിറ്റിസണാന്ന് പറഞ്ഞാൽ പോലും നമ്മൾ എൻഡ് ഓഫ് ദ ഡേ നമ്മളൊരു മലയാളിയാണ്. അതെ, ആ മലയാളി എന്ന ആ ഒരു സംസ്കാരത്തിനെയാണ് നമ്മൾ അത് ഒരു കൂട്ടായ്മയിലൂടെ അവരെ എല്ലാവരും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനും ഈ മലയാള ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാനും, എന്താണ് മലയാള ഭാഷയെന്നും മലയാള ഭാഷയിലെ എഴുത്തുകളുടെ പ്രാധാന്യം, അതിൻ്റെ കൃതികൾക്കുള്ള ഒരു, നമ്മൾ ഇന്ന് മലയാള സിനിമയെക്കുറിച്ച് ലോകമെമ്പാടും പറയുന്നു, എന്താണ് കോണ്ടന്റ് എന്ന് പറയുന്നത്, എന്താണ് ആ കോണ്ടന്റിന്റെ പ്രത്യേകത? ഒരു ജീവിതത്തെക്കുറിച്ച് ഏറ്റവും നന്നായി പറയാൻ കഴിയുന്ന ഭാഷ, അവതരിപ്പിക്കാൻ കഴിയുന്ന ഭാഷ മലയാളമായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ AI കാലത്തും മലയാളത്തെക്കുറിച്ച്, സാഹിത്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മളിപ്പോൾ ഒരു ഭാഷ മതി, മറ്റു ഭാഷകളൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിന് മുന്നിൽ അങ്ങനെയല്ല. നമ്മുടെ ഭാഷയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനെ ഒരു ചരിത്രമുണ്ട് എന്ന് ഇവിടെയുള്ള ചിലർക്കെങ്കിലും, ഒരു പഴയ തലമുറയ്ക്ക് അറിയാമായിരിക്കും, എന്നാൽ ഇവിടെ ജനിച്ചു വളരുന്ന പുതിയ തലമുറയ്ക്ക് അതിനോട് പരിചയപ്പെടാൻ ഒരു അവസരം കിട്ടുന്നില്ല. അത്തരക്കാർക്ക് ഒരു അവസരം കൂടിയാണ് നമ്മൾ ഇതിനോടൊപ്പം നമ്മൾ മെമ്മോറിയം സംഘടിപ്പിച്ചിരുന്നു. മെമ്മോറിയം എന്ന് പറഞ്ഞാൽ 150-ൽ പരം മലയാളികൾ, രാഷ്ട്രീയ രംഗത്ത്, ബിസിനസ് രംഗത്ത്, കായിക രംഗത്ത്, എഴുത്തുകാർ, മാധ്യമപ്രവർത്തകർ, അങ്ങനെ സിനിമാ സംവിധായകർക്ക്, നാടകകൃത്ത്, കഥാപ്രസംഗം, അങ്ങനെ നിരവധി മേഖലകളിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വളരെ പ്രഗത്ഭരായ മരിച്ചുപോയ നമ്മുടെ മലയാളികളായിട്ടുള്ള പ്രമുഖരുടെ ചിത്രവും അവരുടെ ഒരു ജീവചരിത്രവും അത് മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മൾ വലിയ പ്രിന്റ് ചെയ്ത് നമ്മുടെ ഈ വേദിക്ക് ചുറ്റും നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ 150 പേരെ നിങ്ങൾക്ക് അടുത്തറിയാൻ
പലരെയും നിങ്ങൾക്ക് അടുത്ത് പോയി ഇത് വായിച്ചത് ആരാണ് എന്ന് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യം, പുതിയ തലമുറയിലുള്ള പഴയ തലമുറയിലുള്ള അച്ഛനമ്മമാർ മക്കളെ കൊണ്ടുവന്ന് ഇത് ഓരോന്ന് കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ, പരിചയപ്പെടുത്തുക. ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, അയാൾ ഇന്ന മേഖലയിലാണ് എക്സ്പെർട്ട് ആയിരുന്നത്, അയാൾ ഇന്നത് നമ്മുടെ നാടിന് വേണ്ടി ചെയ്തു. അത് നാരായണ ഗുരുവിനെയും ഈ കാലത്തെ ഇന്നസെന്റിനെയും വരെ നമ്മൾ അവിടെ അവതരിപ്പിച്ചു. VSH പിന്നെ നമ്മുടെ ഉമ്മൻചാണ്ടിയെ അവതരിപ്പിച്ചു. അതിനകത്ത് അങ്ങനെ മൺമറഞ്ഞു പോയ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ നോൺ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സാഹിത്യം, കല, രാഷ്ട്രീയം എല്ലാ രംഗത്തെയും CH തമേനോനെ, PKVയെ, അങ്ങനെ നമുക്ക് കാനം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ഏറ്റവും റീസെൻ്റായി നമ്മളിൽ നിന്ന് മറഞ്ഞുപോയ രാഷ്ട്രീയ നേതാക്കളെ ഉൾപ്പെടെ നമ്മളവിടെ പ്രസൻറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ അടുത്തറിയലാണ്, ഭാഷയും സംസ്കാരത്തെ അടുത്തറിയാനാണ് നമ്മൾ ഈ കാലത്തും ഈ UK-യിൽ ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ ആലോചിച്ചത്. അത് ഒരു വളരെ പ്രസക്തമായ ഒരു ചോദ്യം കൂടിയാണ് അടുത്തത് വരുന്നത്. ഈ പ്രവാസി മലയാളികൾ, വളരെയധികം മലയാളത്തെ സ്നേഹിക്കുന്ന പ്രവാസി മലയാളികളുള്ള ഒരു രാജ്യം കൂടിയാണ് യുണൈറ്റഡ് കിങ്ഡം. നമ്മുടെ ലണ്ടനിലും സ്കോട്ട്ലൻഡിലും ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവരുടെ ഏറ്റവും വലിയൊരു ആശങ്ക എന്ന് പറയുന്നത് അടുത്ത തലമുറയ്ക്ക് എങ്ങനെ മലയാളത്തെ പരിചയപ്പെടുത്തും എന്നുള്ളത്. ഇപ്പം ഞാനിവിടെ ഈ സ്കോട്ട്ലാൻഡിൽ വന്നിട്ട് 20 കൊല്ലമായി. ഇപ്പോൾ എൻ്റെ മകൻ അവനെ എങ്ങനെ മലയാളത്തിലേക്ക് പരിചയപ്പെടുത്തും എന്നുള്ളതിന് ഒരാശങ്ക എപ്പോഴുണ്ട്. എല്ലാം മാതാപിതാക്കളിലും ഉള്ളൊരു ആശങ്കയാണ് പ്രവാസി മലയാളികൾക്ക്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഈ സാഹിത്യോത്സവത്തിന് ഒരു ഒരുപാട് പ്രാധാന്യമുണ്ട് അതിന്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് വന്നത് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു? വളരെ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. അതൊരു ചലഞ്ചസ് എന്ന് പറയുന്നത് നമ്മളിത് ആദ്യം നമ്മൾ നേരത്തെ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞത്, നമുക്കൊരു ടെംപ്ലേറ്റ് ഉണ്ട്, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് ടെംപ്ലേറ്റിൽ മാറ്റം വരുത്തി പുതുമ കൊണ്ടുവന്ന് നടത്താം. പക്ഷെ നമ്മൾ പുതിയതായ ഒരു ഐറ്റം കൊണ്ടുവരുമ്പോൾ അതൊരു ഭയങ്കര ചലഞ്ചാണ്. അത് നമ്മൾ ഈ പറയുന്നത് പോലല്ല. നമ്മളിതൊരു ചെറിയൊരു പരിപാടിയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഒരു ഭയങ്കരമായൊരു സ്ട്രഗിൾ നമുക്കുണ്ട്. ഇപ്പോൾ മലയാള ഭാഷയെ അടുത്തറിയാൻ ഇപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മലയാളം മിഷൻ. അവർ ഓരോ അസോസിയേഷൻ കേന്ദ്രീകരിച്ച് ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലൊരു ദിവസം മലയാള അക്ഷരങ്ങൾ പഠിപ്പിക്കാനും മലയാളം പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നടത്തുന്നത്. വളരെ ബേസിക് ലെവൽ. പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാം. ഇവിടെ ഒരു മലയാളം പത്രം കിട്ടുന്നില്ല, ഒരു പുസ്തകങ്ങൾ അവൈലബിൾ ആയി വളരെ റയറസ്റ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ള പുസ്തകം. അങ്ങനെ പുസ്തകം കച്ചവടം ചെയ്യുന്ന അത്തരക്കാർ ഇവിടെ വളരെ കുറവാണ്. 1-2 പേരാണ് ഇവിടെ എൻ്റെ അറിവിലുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒരു മലയാളം പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ അതിനുള്ള അവസരങ്ങൾ കൊടുക്കാം, അതിനുള്ള ചില മാർഗ്ഗങ്ങൾ കണ്ടെത്തി കൊടുക്കാൻ, അതൊരു ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ നമുക്ക് കഴിയും. അതാണ് ഇതിൽ. പക്ഷേ നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു എഡിഷനാണ്, നമ്മളിപ്പോൾ അടുത്ത എഡിഷൻ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഘട്ടം കഴിയുമ്പോൾ നമുക്ക് ഇത്തരക്കാരെ കണ്ടെത്താനും ഇതിനോട് താല്പര്യമുള്ളവർക്ക് ഒരുമിച്ച് ഏതെങ്കിലും നിലയിൽ ഇത് നമുക്ക് പഠിപ്പിക്കാൻ കഴിയുന്ന മിഷനുമായി ചേർന്ന് നടത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ല യുവകലാസാഹിതിയായിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ, മറ്റ് സംഘടനകളുമായി ചേർന്ന് കൊളാബറേറ്റ് ചെയ്ത് നമുക്ക് ഒരു മലയാളം പഠിപ്പിക്കാൻ പറ്റുന്ന നിലയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. നമുക്കിപ്പോൾ അതിനുള്ള സ്റ്റേജ് അല്ല, നമുക്ക് അത്രയും അതിനുള്ളൊരു കപ്പാസിറ്റി ആയിട്ടില്ല നമ്മൾ. എന്നിരുന്നാലും നമുക്ക് അത്തരം കാര്യങ്ങൾക്ക് നമ്മുടേതായ ഒരു എഫേർട്ട് നമ്മൾ തീർച്ചയായും നമ്മുടെ ഭാവിയിൽ നമ്മൾ അത്തരം കാര്യങ്ങൾ ആലോചിക്കും, ഉറപ്പായും. അപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ടാവും ഇതിൽ. എനിക്കറിയാം, നിങ്ങളെ ചാലഞ്ച് ചെയ്ത ആൾക്കാരുടെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്തവരും കൂടുതലുണ്ടാവും. അപ്പോൾ അവരെ കുറിച്ചൊരു നമ്മുടെ ഒരു പ്രശ്നം മലയാളികൾ തന്നെയാണ്, മലയാളികളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയാൻ. നമ്മളിത് അങ്ങനെ ഒരു പരിപാടി ആലോചിക്കുമ്പോൾ മറ്റ് ഇവിടുത്തെ തലമുതിർന്ന സംഘടനകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട് പിന്നെ അത് നടത്താതെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്നിരുന്നാൽ പോലും നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാമായി വരുമ്പോൾ നമുക്ക് പല ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം സാമ്പത്തികമാണ്. നിങ്ങൾക്കറിയാലോ, നമ്മളൊരു പ്രോഗ്രാം നടത്തുമ്പോൾ സ്വാഭാവികം വലിയൊരു എമൗണ്ടാണ്, നമുക്ക് ഹ്യൂജ് എമൗണ്ടാണ് നമ്മൾ ചിലവ്. അപ്പം നമ്മളൊരു വർഷം കഴിഞ്ഞ് 2 വർഷം പൂർത്തിയാകുന്നതിന് മുന്നേതാണ് നമ്മൾ ഇത്രയും വലിയൊരു ചാലഞ്ച് നമ്മൾ ഏറ്റെടുക്കുന്നത്. അത്രയും വലിയ കണക്ഷൻ നെറ്റ്വർക്കൊന്നും നമുക്ക് അത്രത്തോളം ആവാതിരിക്കുന്ന സിറ്റുവേഷൻ തന്നെ നമ്മളൊരു പ്രോഗ്രാം ഏറ്റെടുക്കുമ്പോൾ അതിൽ പലതരത്തിൽ നമ്മൾ പല സ്പോൺസർഷിപ്പ് നൽകുന്ന കമ്പനികളുമായി ഫേമുകളുമായി നമ്മൾ ബന്ധപ്പെട്ടു. പലതും മുടക്കിയ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പോലും നമ്മൾ അതിനോട് നമ്മൾ വളരെ ചിരിച്ചുകൊണ്ട് തന്നെ അതിനെ നേരിടുകയും, എന്നാലും നമുക്ക് കുറച്ച് പേരാണ് നമുക്ക് ഇതിനൊരു സ്പോൺസർഷിപ്പ് തന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഈ ഇൻഫിനിറ്റി മോർഗേജ്, അത് മോർഗേജ് കമ്പനിയാണ്. പിന്നീട് ഷാൻ പ്രോപ്പർട്ടീസ്, മലബാർ ഗോൾഡ്, ക്ലച്ച്, MFSPC, അക്കൗണ്ടൻസി പ്ലസ് എന്ന് പറഞ്ഞിട്ട്, പിന്നീട് ഒരു ഡ്രീംസ് നേഷൻസ്, അങ്ങനെ കുറച്ച് പേരാണ്. അത് കോപ്രകടായി, അതൊരു റെസ്റ്റോറൻ്റാണ്. പിന്നീട് അങ്ങനെ കുറച്ച് ലൂമിനസ്, മാത്യു സോളിസിറ്റേഴ്സ്, അങ്ങനെ കുറച്ച് എല്ലാ മേഖലയിലുള്ള ചെറിയ ഫേമുകൾ, വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളവരെക്കാൾ ചെറുകിട സ്ഥാപനങ്ങളാണ് നമ്മളെ കൂടുതലായി നമുക്ക് സഹായിച്ചത്. അവരൊക്കെ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു സ്ട്രഗ്ലിംഗ് പീരീഡിൽ നമ്മളെ വളരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുകയും നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അത് വലിയ സന്തോഷമുള്ള കാര്യം. സാമ്പത്തികമായിരുന്നു ഒന്നാമത്തെ സ്ട്രഗിൾ. രണ്ടാമത്തെ സ്ട്രഗിൾ ഈ
ഈ UK പല ഭാഗങ്ങളിലും നമുക്കറിയാം ഓടിയെത്താൻ കഴിയുന്ന ദൂരത്തിലല്ല ഇവിടെ പലരും. അവരെ ഇതിലേറ്റവും എക്സ്പെർട്ടായിട്ടുള്ള ആളുകളെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു. അതെ, നിങ്ങളുടെ ഈ ഒരു ഈ ബ്രോഷറിൽ തന്നെ ഉള്ള ആൾക്കാരുടെ ഒരു പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുണ്ട്, പല ഭാഗത്തു നിന്നും. അത് ഒരു വലിയൊരു ചാലഞ്ചാണ്. അത് അത്രയും ആൾക്കാരെ അത് കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നം. നമുക്കിപ്പോൾ നല്ലൊരു എഴുത്തുകാരനുണ്ട്, നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും അയാൾ നല്ലൊരു എഴുത്തുകാരനാണ്? അപ്പോൾ അയാൾ പബ്ലിഷ് ചെയ്ത് നമുക്ക് അങ്ങനെ ഒരു എല്ലാവരെയും ഉൾക്കൊള്ളിക്കാനോ അത് എസ്റ്റാബ്ലിഷ്ഡ് ആവാനോ പറ്റിയ വേദികൾ ഇവർക്കില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമുക്കിത് അവർ ഇന്ന മേഖലയിൽ എക്സ്പെർട്ട് ആണെന്ന് പറയാൻ കഴിയും. വളരെ തെന്നിയും തെറിച്ചുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ കണക്ഷൻസ്, ഇന്നാൾ പറഞ്ഞിട്ട് ഇന്നാൾ വരിക, അല്ലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കാണുക. ഞങ്ങൾ പരമാവധി കുറച്ച് പേരെയൊക്കെ നമ്മൾ ഫേസ്ബുക്കിലൂടെയാണ് കണ്ടെത്തിയത്. ഫേസ്ബുക്കിൽ അവരുടെ എഴുത്ത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ ഒരു എഴുത്തിൻ്റെ ഒരു ഫ്ലോ നന്നായിട്ടുണ്ട്. അവർ ഒരു വിഷയത്തെ അവതരിപ്പിക്കുന്ന രീതി ഭയങ്കര വ്യത്യസ്തമാണ്. ഇപ്പോൾ അതിനകത്ത് തന്നെ ഞാൻ പറയാം, രാജീവ് പട്ടത്തിൽ നമ്മുടെ ഒരു ഗസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ദീപ പി മധു, അങ്ങനെ 1-2 പേരുണ്ട്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് നമ്മളെ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കാരണം. അവരുടെ ഒരു എഴുത്ത് എന്ന് പറയുന്നത് വളരെ അവരൊരു അറിയപ്പെടുന്ന എഴുത്തുകാരിയോ അങ്ങനെയുള്ളവരല്ല. രാജീവ് പട്ടത്തിൽ ഒരു റിസർച്ചർ, ഒരു സയന്റിസ്റ്റാണ്. ദീപ പി മധു ഒരു ട്രാൻസ്ലേറ്ററാണ്. പക്ഷേ അവർ ഓരോ വിഷയത്തിൽ കണ്ടംപററി പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന ഒരു വിഷയത്തെ ഏറ്റവും നന്നായി അത് ഒരു സെറ്റയറായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്, സീരിയസ് ടോപ്പിക്കിലുണ്ട്. അങ്ങനെ ഓരോ വിഷയങ്ങൾ അവർ എഴുതുന്ന എഴുത്ത് കാണുമ്പോൾ, അവരുടെ ഒരു എഴുത്തിൻ്റെ ഫ്ലോ കാണുമ്പോൾ നമുക്ക് തന്നെ പറയാൻ കഴിയും, അത് വായിച്ച് നോക്കുമ്പോൾ അങ്ങനെ കണ്ടെത്തിയവരെ പിൻ പോയിന്റ് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് നമുക്ക് വലിയൊരു കാര്യമാണ്. പക്ഷേ ഈ 1ാമത്തെ എഡിഷൻ കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, അടുത്തൊരു വർഷത്തേക്കുള്ള ഒരു ടീമിനെ തന്നെ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അടുത്ത വർഷം നമ്മൾ ഇതിനെ എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നുള്ളതിന് നമുക്കിപ്പോൾ ഓൾറെഡി ഒരു ഗൈഡ് ലൈൻ ഉണ്ട്, നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ട്, നമുക്കിപ്പോൾ ഒരു തീമുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ഏത് നിലയിൽ എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നുള്ളൊരു ഐഡിയ നമുക്ക് ഓൾറെഡി ഇത് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പലരെയും വിളിച്ചതിൽ ഇപ്പോൾ 10 പേര് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 90 പേരെ വിളിച്ചിട്ടാണ് 10 പേര് വരുന്നത്. അത്രത്തോളം നമ്മൾ ഇതിനകത്ത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, നന്നായി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരു വലിയ ടീം തന്നെ നമുക്കുണ്ടായിരുന്നു. അതൊരു ഭയങ്കര കൂട്ടായ്മയുടെ വിജയം. ഒരാളുടെ ഷോ ഡയറക്ടർ അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ നമുക്ക് ഇതിനെ ഒന്ന് ലീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വിങ്ങുകളാന്ന് പറയുന്നത് ഭയങ്കര ഘടകമാണ്. നമുക്ക് മാർക്കറ്റിംഗ് സൈഡുണ്ട്. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ എൻ്റെ യൂണിവേഴ്സിറ്റി പഠിച്ച സീനിയർ ആക്കിബ് എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം ലണ്ടനിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മാർക്കറ്റിംഗ് കമ്പനിയിലെ വർക്ക് ചെയ്യുന്ന ഒരു മലയാളിയാണ്. ആ പുള്ളിക്കാരനാണ് നമുക്ക് ഈ മാർക്കറ്റിംഗ് സൈഡിൽ എങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ എന്നാലും എത്രത്തോളം എന്നാലും നമ്മൾ നന്നായി അദ്ദേഹം സഹായിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഈ മാർക്കറ്റിംഗ് അല്ലാതെ തന്നെ ഇതിനകത്ത് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ടീം അതുമായി ബന്ധപ്പെട്ട് കണ്ടായിരുന്നു. പിന്നെ ഡിസൈനിങ്, നിങ്ങൾക്ക് ബ്രോഷർ കാണുമ്പോൾ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ നാട്ടിൽ തന്നെ സുഫൈൽ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തിനെ നമ്മൾ അതിനായിട്ട് കൈകാര്യം ചെയ്തു. അദ്ദേഹമാണ് ഇത് ഡിസൈൻ ചെയ്തത്. പിന്നീട് നമുക്ക് ഫിനാൻസ് നമ്മുടെ സുഹൃത്താണ് മനോജ് ചേട്ടൻ, ഞങ്ങളുടെ സംഘടനയുടെ ട്രഷറാണ്. അദ്ദേഹമാണ് നമ്മുടെ ഒരു ഫിനാൻസ് കൈകാര്യം ചെയ്തത്. പിന്നീട് നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി ഉണ്ടായിരുന്നു, റിസപ്ഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ വിവിധ കമ്മിറ്റികളാണ് ഇതിനെ ഒന്ന് ലീഡ് ചെയ്ത്. അതൊരു ടീം വർക്കാണ്, വലിയൊരു എഫേർട്ടാണ് ഇതിന്റെ പിന്നിലുണ്ടായത്. ആ ടീം വർക്കിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു സംഘടനയിലുള്ള എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താമോ? സംഘടനയ്ക്ക് നമുക്ക് പ്രസിഡന്റ് അഭിജിത്ത് MB, അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ്. സെക്രട്ടറി എന്ന് പറയുന്നത് ലജീവ് രാജൻ, ലോക കേരള സഭാംഗമാണ് അദ്ദേഹം. UK നിന്നുള്ള ലോക കേരള സഭാംഗമാണ് ലജീവ് രാജൻ. യുവകലാസാഹിതി UK ഒരു സാഹിത്യോത്സവം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു എന്നത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചൊരു ബാലികേറ മലയായിരുന്നു. അതിന് പ്രധാന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് മുന്നിൽ ഇതിനു മുമ്പ് ഒരു UK-യിലോ യൂറോപ്പിലോ ഒരു സാഹിത്യോത്സവം സംഘടിപ്പിച്ചിട്ടില്ല. അതിനൊരു മാതൃകയാക്കാൻ ഒന്ന് ഞങ്ങളുടെ മുന്നിലില്ല എന്നതാണ് ഞങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. അതോടൊപ്പം തന്നെ ഒരു സാഹിത്യോത്സവത്തിന് വരുന്ന വമ്പിച്ച സാമ്പത്തിക ബാധ്യത, ഇതെല്ലാം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു UK-യിലെ ഒരു സാംസ്കാരിക സംഘടനയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. എന്നാൽ ഈ വെല്ലുവിളികളെയെല്ലാം യുവകലാസാഹിതിയുടെ നേതൃത്വവും അതുപോലെ ഓരോ യുവകലാസാഹിതി പ്രവർത്തകരും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് അതിവിജയകരമായിട്ട് ഒരു സാഹിത്യോത്സവം സംഘടിപ്പിക്കുവാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ സാഹിത്യോത്സവത്തിൽ പ്രധാനമായി ലക്ഷ്യമിട്ടിരുന്നത് UK-യിലെ എല്ലാ സാഹിത്യപ്രേമികളെയും ഉൾപ്പെടുത്തുക എന്നതിനോടൊപ്പം തന്നെ UK-യിലെ പ്രമുഖമായിട്ടുള്ള അതുപോലെ തന്നെ UK-യിലെ എല്ലാ സാംസ്കാരിക സംഘടനകളെയും അതുപോലെ എല്ലാ സംഘടനകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാഹിത്യോത്സവം എന്നതാണ് ഞങ്ങൾ മുന്നിലേക്ക് വെച്ചത്. അതുകൊണ്ട് തന്നെ യുക്മ, കൈരളി UK, സമീക്ഷ UK, KMCC, AIC, OIC, അതുപോലെ തന്നെ പ്രവാസി കേരള കോൺഗ്രസ് തുടങ്ങിയ പ്രമുഖങ്ങളായ UK-യിലെ എല്ലാ സംഘടനകളെയും ഞങ്ങൾ കൃത്യമായി തന്നെ
സാഹിത്യോത്സവം അറിയിക്കുകയും അവർ ഈ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇത് ഒരു UK-യിലെ തന്നെ ഒരു സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഒരു മാതൃക കൂടിയാണ് ഞങ്ങൾ മുന്നിലേക്ക് വെച്ചത്. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരം മാതൃകകൾ തുടർന്നുള്ള ഞങ്ങളുടെ ഓരോ സാഹിത്യോത്സവത്തിന്റെ വേർഷനുകളിലും ഞങ്ങൾ അത് കാത്തുസൂക്ഷിക്കും എന്നുള്ളൊരു ഉറപ്പുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു. ഞങ്ങൾ ഈ സാഹിത്യോത്സവം എല്ലാ രീതിയിലും പരിപൂർണമാണ് എന്ന് ഞങ്ങളും വിശ്വസിക്കുന്നില്ല. ആദ്യ സാഹിത്യോത്സവം ആയതുകൊണ്ട് തന്നെ ചില തെറ്റുകുറ്റങ്ങളും അതുപോലെ ചില കുറവുകളും ഞങ്ങൾ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം ഞങ്ങൾ കൃത്യമായി സസൂക്ഷ്മം വിലയിരുത്തി ആ കുറവുകളെ പരിഹരിച്ചുകൊണ്ടായിരിക്കും ഇനിയുള്ള ഓരോ യുവകലാ സാഹിത്യോത്സവങ്ങളുടെ എഡിഷനുകളിലെയും ഞങ്ങൾ സമീപിക്കുക എന്നതാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വെക്കുന്ന ഒരു ഉറപ്പ്. അതുകൊണ്ട് തന്നെ ഈ സാഹിത്യോത്സവത്തിന് നിങ്ങൾ നൽകിയ സഹകരണം തുടർന്നുള്ള ഓരോ സാഹിത്യോത്സവത്തിനും നിങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. പിന്നീട് വൈസ് പ്രസിഡന്റുമാരായിട്ട് ജിജോ എന്ന് പറയുന്നത് കൊല്ലം പുനലൂർ SM കോളേജിന്റെ പഴയ ചെയർമാനായിരുന്നു. അപ്പോൾ ജിജോ ഉണ്ട്. ബിജോ എറണാകുളം തൃശ്ശൂർ സ്വദേശിയാണ്. പിന്നീട് കിരൺ സി തെങ്ങമം കൊല്ലം ആണ്. പിന്നീട് ജോയിന്റ് സെക്രട്ടറിമാർ രതുൻ മഞ്ഞനത്ത് എന്ന് പറയും. അദ്ദേഹം പിന്നെ തൃശ്ശൂർ സ്വദേശിയാണ്. ജോയിന്റ് സെക്രട്ടറി യുവകലാ സാഹിത്യ ജോയിന്റ് സെക്രട്ടറിയാണ് ഞാൻ ഇതിൻ്റെ ജോയിന്റ് സെക്രട്ടറി. ഞാൻ കൊല്ലം പുനലൂരാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പിന്നെ സഹഭാരവാഹികളാണ്. ട്രഷറർ മനോജേട്ടൻ. മനോജേട്ടനിവിടെ 10-28 വർഷമായി ഇവിടെ ഉള്ളതാണ്. നമ്മുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് മനോജേട്ടനാണ്. അതെ അതെ. മനോജ് ഭായി വേറെയും കുറച്ച് അവരുടെ ഒരു മിൽട്ടൺ കീൻസിലെ ഒരു പരിപാടി, നമ്മുടെ ആദ്യത്തെ വാർഷികവും മിൽട്ടൺ കീൻസ് വെച്ചായിരുന്നു. സഹൃദയവേദി. പക്ഷെ അത് നല്ലൊരു ടീമാണ്, വളരെ നല്ലൊരു ടീമാണ്. ഞാൻ അവരെ കുറിച്ചും കേട്ടിട്ടുണ്ട്. പിന്നീട് നമ്മുടെ എക്സിക്യൂട്ടീവിൽ നമുക്ക് 15 അംഗ എക്സിക്യൂട്ടീവ് ഉണ്ട്. കുറച്ച് നമ്മുടെ നല്ലൊരു ടീമാണ്. നമ്മുടെ യുവകലാ സാഹിത്യയുടെ ഒരു ടീമിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ നല്ലൊരു കൂട്ടായ്മയുണ്ട്. ഒരു ഫാമിലി പോലെ തന്നെ നിന്ന് മറ്റേ ഇവിടുത്തെ ഉള്ള സാധാരണ സംഘടനകൾ തമ്മിൽ തല്ലിയും വേളം ഉണ്ടാക്കുകയും ചെയ്യുന്ന നിലവാരമല്ല. പക്ഷെ നന്നായി ഭയങ്കര ക്വാളിറ്റിയുള്ള ചർച്ചകളും നന്നായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ടാസ്ക് കൊടുത്താൽ കൃത്യമായി അത് ഫോളോ അപ്പ് ചെയ്ത് നമുക്ക് വലിയ തോതിൽ നമ്മളെ സഹായിച്ച ഒരു ടീം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത മാസം നമ്മുടെ വാർഷികമാണ്. നമ്മൾ നന്നായി അടുത്തൊരു ടീമിനെ ബിൽഡ് ചെയ്യാനുള്ള സാധ്യത. വെരി ഗുഡ്. നമ്മളിനി നിങ്ങളുടെ സെഷൻസിനെ കുറിച്ച് പറയാം. ഇതിൽ നിങ്ങൾ ഒരു ദിവസം നീണ്ടു നിന്ന് പല പാനൽ ഡിസ്കഷൻസ്, പല ചർച്ചകൾ, അങ്ങനെ പലതും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ ആദ്യത്തെ സെഷൻ, നിങ്ങളുടെ സെഷൻസിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ ആ ഒരു ഏതൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ടൈറ്റിൽ വളരെ വളരെ പ്രധാനമാണ്. അതിൻ്റെ പ്രത്യേകിച്ച് നിങ്ങളുടെ ഫസ്റ്റ് സെഷൻ നാട് കടന്നവരുടെ നാരായം, ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. അത് എന്തായിരുന്നു ആ ഒരു സെഷൻ? നാട് കടന്നവർ നാരായം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് എഴുത്താണി ഉദ്ദേശിക്കുന്നത്. എഴുത്താണിയാണ് ഈ നാരായം എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധം, കൂർത്ത മുനയുള്ള എന്തിനാണ് നാരായം എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ നാട് കടന്നവരുടെ എഴുത്തുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അവരുടെ എഴുതുന്ന സാധനമാണ്. അതായത് പേനയായാലും പെൻസിലായാലും അതെന്താ. അപ്പോൾ ഈ നാട് കടന്നവരെ സംബന്ധിച്ച് ഇപ്പോൾ നാട്ട് വിട്ടുപോയി നമ്മളിവിടെ, അത് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാനുണ്ട്, മറ്റ് ജോലിയുടെ സംബന്ധമായി ഇവർ നാട് വിട്ടുപോയി. പക്ഷെ അവരുടെ ആ എഴുത്തിനോടുള്ള ഒരു പാഷൻ അത് വിട്ടുപോകുന്നില്ല. ഇവിടെ വന്നിട്ടും അത് തുടരുന്ന, അതിനകത്ത് ആ സെഷനിൽ പങ്കെടുത്തവരെ നിങ്ങളൊന്ന് കാണാം. അതിൽ മണമ്പൂർ സുരേഷ് 1, 2 രാജീവ് പട്ടത്തിൽ, 3 ശ്രീകാന്ത് താമരശ്ശേരി, രശ്മി പ്രകാശ്, പിന്നീട് നമ്മുടെ ഡയറക്ടർ ശ്രുതി ശരണ്യം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത് നമ്മുടെ 32 മുതൽ 32 മുതൽ 44 വരെ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായിക, തിരക്കഥയും സംവിധാനവും കഥാതിരക്കഥ സംവിധാനം ഒക്കെ പുള്ളിക്കാരിയാണ്. അപ്പോൾ ഒരു ഗംഭീര സെഷനായിരുന്നു. നമ്മുടെ അതിന് വേറെ കാര്യം പറയാൻ, ആ സെലക്ഷൻ പ്രോസസ്സ്, ആ ആളുകളെ സെലക്ഷൻ പ്രോസസ്സ് എന്നത്, മണമ്പൂർ സുരേഷ് എന്ന് പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ, മാധ്യമത്തിലെ ന്യൂസുകളാണ് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട എഴുത്ത്. അതേപോലെ ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ അദ്ദേഹം 40 വർഷത്തിൽ കൂടുതൽ ലണ്ടൻ ഫിലിം ഫെസ്റ്റിവൽ റിപ്പോർട്ട് ചെയ്തൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം എഴുതുന്നത് മൊത്തവും കൂടുതലും ഈ സിനിമ ന്യൂസിനോടൊപ്പം തന്നെ സിനിമയാണ് അവരുടെ അദ്ദേഹത്തിന്റെ ഒരു പ്രധാന എഴുത്തിന്റെ മേഖല. രണ്ടാമത് ശ്രീകാന്ത് താമരശ്ശേരി, അദ്ദേഹം ഒരു കവിയാണ്, കവിതകൾ എഴുതുന്ന മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ നമ്മുടെ മാമ്പഴം സീസൺ 2 വിന്നറുമാണ്. അതേപോലെ ശ്രുതി ശരണ്യം എന്ന് പറയുന്നത് ഒരു സിനിമാ സംവിധായക പ്ലസ് എഴുത്തുകാരിയാണ്. അദ്ദേഹം അതിലെ പിന്നെ
കവിതകളും അല്ല ഈ സിനിമയിലെ തന്നെ സിനിമാ പാട്ടുകളും പുള്ളിക്കാരി എഴുതിയതാണ്. അദ്ദേഹത്തിലെ പിന്നെ ചില പിന്നെ ഓഡിയോ പാട്ടുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതും പുള്ളിക്കാരി തന്നെ എഴുതുന്നതാണ്. അപ്പോൾ കവിത എഴുതുന്നത്, സിനിമാ പാട്ട് എഴുതുന്നത്, മാധ്യമപ്രവർത്തകൻ, പിന്നീട് നമ്മുടെ രശ്മി പ്രകാശ് പുള്ളിക്കാരിയും എഴുത്ത് കവിതകളാണ്. കവിതകൾ എഴുതി ഇപ്പോൾ ജി വേണുഗോപാലിൻ്റെ പാടുന്ന ഇദ്ദേഹം എഴുതിയൊരു പാട്ട് ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ഓണത്തിന് റിലീസാവുന്നുണ്ട്. പിന്നീടുള്ളത് രാജീവ് പട്ടേൽ, അതൊരു സോഷ്യൽ മീഡിയ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച സയൻറ്റിസ്റ്റാണ് പുള്ളിക്കാരൻ. സോഷ്യൽ മീഡിയയിൽ വളരെ കാലിക പ്രസക്തമുള്ള കണ്ടംപററി വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നന്നായി പോസിറ്റീവായി അതിനെ സറ്റയർ രീതിയിൽ അവതരിപ്പിക്കേണ്ടത് അങ്ങനെയും വിഷയാധിഷ്ഠിതമായൊരു നമ്മൾ പറയാം ഒരു സീരിയസ് ആയി അവതരിപ്പിക്കേണ്ട വിഷയം അങ്ങനെയും കൃത്യമായി എഴുതുന്ന തൻ്റെ ഫേസ്ബുക്കിൽ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന, കമൻറ്റ് ചെയ്യുന്ന, അഭിപ്രായം പറയുന്ന ഒരാൾ. അപ്പോൾ വിവിധ തരത്തിലുള്ള എഴുത്തുകാരെ ഒരുമിച്ച് കൊണ്ടുവന്ന് അവരിവിടെ നിന്ന് എഴുതുന്ന പ്രശ്നങ്ങൾ, അവരെന്താണ് എഴുത്തിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, അവരുടെ ഒരു കാഴ്ചപ്പാട്, അവരുടെ ഒരു അതിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെയൊക്കെയാണ് നമ്മൾ ആ സെഷനിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മൾ ഒരേപോലെ കുറച്ച് എഴുത്തുകാരെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, വ്യത്യസ്ത രീതിയിൽ അതിനെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്, വ്യത്യസ്ത കാഴ്ചപ്പാടുകളിലൂടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ അതിനകത്തൊരു ഇമ്പോർട്ടൻസ് കൊടുത്തത്. അങ്ങനെയാണ് നമ്മൾ ആ ടൈറ്റിലേക്ക് എത്തുന്നത്, നാട് കടന്നാട്. രണ്ടാമത്തെ സെഷൻ തലമുറ മാറ്റത്തിൽ ചേരാത്ത കണ്ണികൾ. അതൊരു ടോപ്പിക്. തലമുറ നമ്മളിപ്പോൾ സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഇന്റർ ജനറേഷണൽ ടോക്സ് എന്നുള്ള ഒരു കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ചും അപ്പോൾ ആ ഒരു ആശയത്തിലേക്ക് അത് നമ്മൾ ഇപ്പോൾ ടോപ്പിക്കുകൾ തിരഞ്ഞെടുക്കുക. നമ്മൾ ആദ്യം ഒരു 10-25 ടോപ്പിക്കുകൾ എഴുതി. നമ്മൾ ഈ ടോപ്പിക്കിൽ ഏതെടുക്കും നമുക്ക് എന്തായാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ള സമയത്ത് ചെയ്യാവുന്നതിന് പരമാവധി ഒരു ലിമിറ്റേഷൻ, അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഇത്രയും പേരെ വിളിച്ചിരുത്തിയിട്ട് 15 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അവർക്ക് എന്തായാലും നമ്മൾ ടോപ്പിക് എടുക്കുമ്പോൾ അതിൽ വിളിച്ച് നമ്മൾ ഗസ്റ്റായി കൊണ്ടുവന്നിരുന്നവർ അവർ കൃത്യമായി സംസാരിക്കണം, അവർക്ക് അവസരം കൊടുക്കണം, അവർ സംസാരിക്കണം. ഒരു 3 റൗണ്ട് നമ്മൾ 4 മിനിറ്റ് വെച്ച് എല്ലാവർക്കും കൊടുത്തു, 3 റൗണ്ട് പ്ലസ് നമുക്ക് ഓഡിയൻസിൽ ചോദ്യം ചോദിക്കാൻ അവസരമുണ്ട്, അവരുമായിട്ടൊരു ഡിസ്കഷനും നമ്മൾ അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഈ പാനൽ ഡിസ്കഷൻ നടന്നത്. അപ്പോൾ ഇതിൽ ഈ സെഷൻ ഇങ്ങനെ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യുന്നതിൻ്റെ കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഗ്യാപ്പ് വളരെ വലുതാണ്. നമ്മളിപ്പോൾ ജെൻ ആൽഫ, സൂമർ, അല്ലെ ഇപ്പോൾ ജെൻസി എന്നൊക്കെ പറയുന്ന ഈ കാലഘട്ടം, ഈ പറയുന്ന മാറി തന്ത വൈബൊക്കെ വന്ന കാലഘട്ടം അല്ല പഴയ കാലം അല്ല തന്ത വൈബ്. നമ്മൾ യഥാർത്ഥത്തിൽ എക്സാക്ട്ലി നമ്മൾ തന്ത വൈബിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. തന്ത വൈബിൻ്റെയും പുതിയ കാല ജെൻസിയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ. അത് ഈ കേരളത്തിന്റെ ആസ്പെക്റ്റിൽ വെച്ചാണ് ചർച്ച ചെയ്തേ പോലും അത് UK-ലും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. രാവിലെ കുളിച്ചൊരുങ്ങി ചന്ദനം തൊട്ട് ചേട്ടാ ഒരു കാപ്പി എന്ന് പറഞ്ഞ് വരുന്ന, അങ്ങനെ ഇപ്പോഴും വാശി പിടിക്കുന്ന, സ്ലീവ്ലെസ് ഡ്രസ്സ് ഇട്ടാൽ ഇപ്പോഴും കുട്ടികളെ വഴക്ക് പറയുന്ന അച്ഛനമ്മമാർ ഇപ്പോഴും UK-യിലുണ്ട് എന്ന് പറയുന്നതിനെ ഒന്ന് സൂചിപ്പിക്കുക. പിന്നെ അത് മാത്രമല്ല, അവരുടെ ഒരു ജനറേഷൻ ഗ്യാപ്പ്, പണ്ടുള്ളവർ വന്ന് സ്ട്രഗിൾ ചെയ്ത രീതിയല്ല ഇപ്പോഴത്തെ കാലത്തേക്ക്. പണ്ട് ഇവിടെ വരുന്നതിനുള്ള ബുദ്ധിമുട്ടുകളല്ല ഇപ്പം വളരെ ഉള്ളത്. പക്ഷെ പണ്ടുള്ളവർക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റിയിരുന്നു, ഇന്നുള്ളവർക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങൾ, ഇവർ തമ്മിലുള്ള അന്തരം എന്താണ്, ഇവരെ രണ്ടുപേരെ അറിയുക. അപ്പോൾ അതിൽ നമുക്ക് പങ്കെടുത്ത CA ജോസഫ്, ഡോക്ടർ ബിജു പെരിങ്ങത്തറ, ജെയ്സൺ കലാഭവൻ ലണ്ടൻ കലാഭവന്റെ ഡയറക്ടറാണ്. അതുപോലെ ഗായത്രി ഗോപി, പ്രിയ കിരൺ, ഇവർ ഇങ്ങനെ ഒരു 4-5 പേരാണ് ആ സെഷനിൽ നമ്മൾ പങ്കെടുത്തത്. വളരെ നല്ല രസമെന്ന് മാത്രമേ അവരുടെ ആ ചർച്ചകൾക്കപ്പുറം ഈ ഓഡിയൻസും കൂടി ഇതിനകത്ത് ഇന്ററാക്ട് ചെയ്ത് നല്ല ചോദ്യങ്ങൾ വരികയും നല്ല വെച്ചാൽ ഒരു പുതിയ ജനറേഷനെയും പഴയ ജനറേഷനെയും വെക്കുമ്പോൾ അവർ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ രസകരമായിരുന്നു, കൗതുകമേറിയതാണ്. അവരുടെ ഇപ്പൊ പഴയ ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു ജീവിച്ചിരുന്നതെന്ന് പറയുമ്പോൾ അത് അന്നത്തെ കാലമല്ലേ, ഇത് ഇന്നത്തെ കാലമല്ലേ എന്ന് പറയുമ്പോൾ അതൊരു ഉണ്ടാകുന്ന ഒരു നല്ലൊരു ചർച്ചയായിരുന്നു. രസകരമായും വളരെ ചിരിയാണെങ്കിൽ പോലും ചിന്തിക്കാൻ പറ്റുന്ന ചില തമാശകളിലൂടെ ആ കാര്യങ്ങൾ അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ആ സെഷനിൽ. മൂന്നാമത്തെ സെഷൻ ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയും കൂടിയാണ്. നവമാധ്യമങ്ങളിൽ തളിർത്ത ജീവിതങ്ങൾ. അതായത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ളൊരു കാലഘട്ടം. അതെ സോഷ്യൽ മീഡിയ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ലൈക്കും കമന്റും ഷെയറുമാണ് ഇപ്പോൾ നമ്മൾ ഡിപ്രഷനിൽ വരുന്നു. എൻ്റെ പോസ്റ്റിനാരും കമന്റ് ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്തില്ല, ആ നിലയിലേക്ക് എത്തിയ ആളുകൾ രാവിലെ വാട്സാപ്പിൽ അയച്ച ഗുഡ് മോർണിംഗിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ. അതെ അല്ല അത് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇമ്പോർട്ടൻസ് ഭയങ്കര ഇമ്പോർട്ടൻസ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ രാവിലെ ആദ്യം കാണുന്ന മൊബൈൽ എടുത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന മെസ്സേജുകൾ അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീഡുകളാണ് ചെക്ക് ചെയ്യുന്നത്. ഒരു മനുഷ്യന്റെ ഏറ്റവും ഫ്രീ ടൈം എന്തെങ്കിലും ഒന്ന് ഫ്രീ ആകുമ്പോൾ ആദ്യം നമ്മൾ അതിലേക്ക് പോകും. തന്റെ ജീവിതത്തിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയ മാറി. ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് എന്താണ് ഈ എഴുത്തുകാരും സോഷ്യൽ മീഡിയയും തമ്മിലുള്ള ബന്ധം? ഈ സെഷനിലാണ് നമ്മൾ ദീപാ നിശാന്ത് പങ്കെടുക്കുന്നത്.
ദീപാനിഷ നമ്മുടെ ഗസ്റ്റ് ആയിരുന്നു നാട്ടിൽ നിന്ന് വന്നതാണ്. നമ്മുടെ പിന്നെ ഗസ്റ്റായിട്ട് വന്ന പുള്ളിക്കാരി ടീച്ചർ ഈ സെഷനിൽ പങ്കെടുത്തു. ഇതിൽ ഹിബ നസ്റിൻ എന്ന് പറയുന്നത് തിരൂർ കപ്പിൾസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരിയും ഹസ്ബൻഡ് റാസി രണ്ടുപേരും ചേർന്നിട്ട് പുസ്തകങ്ങൾ വായിക്കുകയും ആ പുസ്തകങ്ങളെ കുറിച്ച് തൻ്റെ അഭിപ്രായം പറയുക. ആ ഒരു പുസ്തക റിവ്യൂ ആണ്, അതിൻ്റെ ഒരു പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ആണ് അവരുടെ പ്രധാനപ്പെട്ട, വളരെ നല്ലൊരു, അത് ഗംഭീരമാണ്. ആ സെഷൻ അവർ നന്നായി കൈകാര്യം ചെയ്യും. ഞാൻ ഇത് കേട്ടിട്ടാണ് നമ്മളിത് കണ്ടെത്തി ഇവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഹിബ ആയിരുന്നു. ഹിബ നന്നായി ആ സെഷനിൽ പങ്കെടുത്തു. ടീച്ചറും ഹിബയും. പിന്നീട് ചിഞ്ചു റോസ എന്ന് പറയുന്ന ഒരു കവിത്രിയാണ്. അവള് നന്നായി പുസ്തകങ്ങൾ എഴുതി പബ്ലിഷ് ചെയ്തിട്ടുള്ള, നാട്ടിലുള്ള പിന്നെ പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുള്ള ഒരു കവിത്രിയാണ്. പിന്നീടുള്ളത് മുരളിച്ചേട്ട ഒരുപാട് വർഷമായി UK-യിലുള്ള ആളാണ്. അദ്ദേഹം ഫേസ്ബുക്കിലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആക്ഷേപഹാസ്യം എന്ന് പറയുന്നത് അതിൻ്റെ പ്യുവർലി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആക്ഷേപഹാസ്യത്തോട് സറ്റയറായി കൃത്യമായി അവതരിപ്പിക്കുന്ന, അഭിപ്രായങ്ങൾ പറയുന്നതിന് ഒരു മടിയും കാണിക്കാത്ത, തുറന്ന അഭിപ്രായം പറയുന്ന അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രധാനപ്പെട്ട പ്ലേ ഗ്രൗണ്ട്. തൻ്റെ അഭിപ്രായം കൃത്യമായി സോഷ്യൽ മീഡിയ അപ്ഡേറ്റ് ഉണ്ടാവും. എല്ലാ ദിവസങ്ങളിലും തൻ്റെ അപ്ഡേറ്റ് ഉണ്ടാവും. ഓരോ വിഷയങ്ങളിലും തനിക്ക് അഭിപ്രായം ഉണ്ടെന്നോ ആ അഭിപ്രായം കൃത്യമായി ആരുടെയും മുഖം നോക്കാതെ പറയുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അതുപോലെ തന്നെ ദീപാ പി മധു ഞാൻ ഓൾറെഡി നേരത്തെ സൂചിപ്പിച്ചതാണ്. പുള്ളിക്കാരിയാണ് ഇതിൻ്റെ നന്നായി വിശദമായി കാര്യങ്ങൾ എഴുതും. അദ്ദേഹത്തിന് ഓരോ ദിവസവും കാണുന്ന വിഷയങ്ങൾ, യാത്ര ചെയ്യുമ്പോൾ അല്ലെ തൻ്റെ ജോലി സ്ഥലത്ത് സംബന്ധമായി കാണുന്നത്, അല്ലെ വീട്ടിലെ ചുറ്റുപാടിലെ അവിടുത്തെ സമൂഹത്തിൽ കാണുന്ന ഓരോ വിഷയങ്ങളെയും, അല്ലെങ്കിൽ പൊളിറ്റിക്കലായി ഉണ്ടാകുന്ന വാർത്തകളിലുണ്ടാകുന്ന ഓരോ വിഷയങ്ങളും അഡ്രസ്സ് ചെയ്യുകയും ആ വിഷയങ്ങളിൽ എങ്ങനെ താൻ അഭിപ്രായം രൂപീകരിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് തൻ്റെ അഭിപ്രായം പറയേണ്ടത്, എക്സ്പ്രസ് ചെയ്യേണ്ടത് വളരെ വ്യക്തമായി എഴുതി തയ്യാറാക്കി ഫേസ്ബുക്കിലൂടെ എഴുതുന്ന ഒരു പുള്ളിക്കാരി. അത് ഈ പറഞ്ഞ അതേപോലെ അവസാനം ഐശ്വര്യ കമല നമ്മുടെ വൈറസ് എന്ന് പറയുന്ന ഒരു പുസ്തകം നോവൽ എഴുതിയ ആണ്. ഒരു അവാർഡൊക്കെ നേടിയിട്ടുള്ളതാണ്. DC ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ അവരുടെ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു നഴ്സുമാരുടെ ജീവിതത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. പക്ഷെ നന്നായി നല്ലൊരു നോവലാണ്. ഞാനത് തുടങ്ങിയിട്ടുള്ളൂ, ഫുള്ള് കംപ്ലീറ്റ് ചെയ്തില്ല, വായിച്ച് തുടങ്ങിയിട്ട്. അപ്പോൾ അത് ഐശ്വര്യ കമല അത് കുറച്ചുകൂടെ സോഷ്യൽ മീഡിയയെ നന്നായി ഉപയോഗിക്കുന്ന പുതിയ കാല എഴുത്തുകാരുടെ നല്ലൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഐശ്വര്യ. അങ്ങനെ ഇത്തരം ന്യൂജൻ മാർഗങ്ങളിൽ ഈ സോഷ്യൽ മീഡിയകളിലൂടെ എഴുതുന്ന കുറച്ച് പേരെയാണ് ഈ സെഷനിൽ കൊണ്ടുവന്നത്. വളരെ നല്ലൊരു ആശയമായിരുന്നു അത് വളരെ ഒരു, ഞാൻ പറഞ്ഞില്ലേ, ഈ മോഡേൺ എറ റിക്വയർസ് ഇറ്റ് എന്ന് പറയാം. അതെ, നമ്മൾ ഇതിൻ്റെ പോസിറ്റീവ് മാത്രമല്ല, ഇതിൻ്റെ നെഗറ്റീവ് സൈഡുണ്ട്. ഈ എഴുതുന്നവർക്ക് തന്നെ ഒരുപാട് കമൻറ്റ്. ഇപ്പോൾ ദീപ ടീച്ചറുടെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ, ദീപ ടീച്ചർ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഹരാസ് ചെയ്യപ്പെട്ട, ബുള്ളി ചെയ്യപ്പെട്ടൊരു മറ്റൊരു എഴുത്തുകാരി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവരുടെ അഭിപ്രായം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ അവരെ വലിയ തോതിൽ അറ്റാക്ക് ചെയ്ത കേസുകൾ പലതും ഉണ്ട്. എന്നിരുന്നാൽ പോലും തൻ്റെ അഭിപ്രായം ഇപ്പോഴും നിരന്തരം ഫേസ്ബുക്കിലൂടെ എഴുത്തിലൂടെ കൃത്യമായി അല്ലെ പ്രസംഗിക്കുമ്പോൾ കൃത്യമായ രാഷ്ട്രീയം പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നമ്മളൊരു ടീച്ചർക്ക് ഒരു ഇമ്പോർട്ടൻ്റ് കൊടുത്ത് നമ്മൾ കൊണ്ടുവരികയും നമ്മുടെ ഗസ്റ്റാക്കി കൊണ്ടുവരികയും ചെയ്തത്. അതെ, ശരി. നിങ്ങളുടെ ഫൈനൽ സെഷനെ കുറിച്ചാണ്. നമ്മുടെ ഷാഫി ഭായ് ആണ് അതിൻ്റെ മോഡറേറ്റർ ആയിട്ടിരുന്നത്. ബാക്കി 3 ഇതും മുഹമ്മദ് തന്നെയായിരുന്നു അല്ലേ മോഡറേറ്റർ. വംശീയത വിവേചനം, തെറ്റുന്ന കുടിയേറ്റ പരിഗണന, ഇങ്ങനെയായിരുന്നു അതിലേക്ക്. അതൊരു വലിയൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ. നമ്മൾ ഈ ഇതൊക്കെ പറയുമ്പോഴും ലിറ്ററേച്ചറും എഴുത്ത് മറ്റതൊക്കെ പറയുമ്പോഴും നമ്മുടെ ജീവിതവും സംസ്കാരവും ഇതൊരു ഏറ്റവും ഒരു UK-യിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം മാറി വരുന്ന ഒരുപാട് പോളിസികളുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ആളുകൾ ഈ നാട്ടിലേക്ക് കടന്നു വരുന്നത്? ചെറുപ്പക്കാർ പഠിക്കാനായി ഇവിടേക്ക് കടന്നു വരുന്നതിൻ്റെ കാര്യം ബെറ്റർ ലൈഫ്, ബെറ്റർ ഇൻകം, നല്ല ഇൻകം ഉണ്ടാകും, നല്ലൊരു ലൈഫ് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ്. എന്നാൽ ഇവിടെ എല്ലാ നിയമങ്ങളും വളരെ ഇളവുകൾ കൊടുത്ത് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരികയും വലിയ തോതിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാണ്. ഇവിടുത്തെ എക്കോണമിയെ സംബന്ധിച്ച് പുറത്തുനിന്നുള്ള പിന്നെ സ്റ്റുഡൻസിൻ്റെ സാമ്പത്തികം എന്ന് പറയുന്നത് വലിയ തോതിൽ ഈ രാജ്യത്ത് കെട്ടിപ്പടുക്കുന്നതിൽ വലിയൊരു പങ്കുണ്ട്. പക്ഷേ ഇവിടെ കടന്നെത്തുകയും പിന്നീട് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട്, ഇപ്പോൾ ഒരു പ്രശ്നങ്ങൾ, നിയമങ്ങളിലുള്ള, ഇപ്പോൾ കല്യാണം കഴിച്ച ഒരാളാണെങ്കിൽ തനിക്ക് ഇവിടെ ജോലി കിട്ടണമെങ്കിൽ തൻ്റെ ഭാര്യ ഇവിടെ ദാറ്റ്സ് എ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഒരു മനുഷ്യൻ്റെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ വയലേഷനാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അത്തരം പ്രശ്നങ്ങൾ കൂടെ നമ്മൾ ഈ പറയുമ്പോൾ നമുക്ക് രാഷ്ട്രീയം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പറയേണ്ട രാഷ്ട്രീയം പറയേണ്ട സമയത്ത് പറയേണ്ടത് തന്നെയാണ്. ഈ സാഹിത്യത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പൊളിറ്റിക്സ് കൂടെ പറഞ്ഞു തന്നെ പോകണം.
അതുകൊണ്ട് തന്നെയാണ് ഈ ടോപ്പിക്ക് നമ്മൾ എടുത്തത്. ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരും. ഉറപ്പായും വരും. നമുക്ക് എഴുത്തിന് രാഷ്ട്രീയമുണ്ട്. എഴുത്തിന് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നത് ചുമ്മാതെയാണ്. ആരും അങ്ങനെ നമുക്ക് ഈ ഇതിന് അടിയിലൂടെ കടത്തിക്കൊണ്ടു പോകാനൊന്നും കഴിയില്ല. എഴുത്തിൽ രാഷ്ട്രീയം അങ്ങനെ കടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. അത് നമ്മൾ ഇനി എത്ര ചോക്ലേറ്റ് പുരട്ടി അത് കടത്താൻ ശ്രമിച്ചാലും അത് പുറത്തു വരിക തന്നെ. എഴുത്തിൽ അങ്ങനെ രാഷ്ട്രീയം ഒളിച്ചു കടത്താൻ കഴിയില്ല. അപ്പോൾ അതിൽ ഈ ടോപ്പിക്ക് തിരഞ്ഞെടുക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഈ ടോപ്പിക്ക് നമുക്ക് വേണമെന്നുള്ളത് നമ്മൾ മാൻഡേറ്ററി ആയിരുന്നു. അതിൽ നമുക്ക് ഷാഫി റഹ്മാനെ പോലെ ഒരു എക്സ്പെർട്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു എക്സ്പെർട്ട് തന്നെ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. ജേർണലിസമാണ്. പക്ഷേ ഇതുപോലുള്ള സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂവിൽ കൃത്യമായി ഇടപെടുന്ന ഒരു ജേർണലിസ്റ്റ് ആണ്. ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ജേർണലിസ്റ്റ്, പല മാധ്യമങ്ങളിൽ പ്രവർത്തിച്ച എക്സ്പീരിയൻസ് ഉള്ളത്. അദ്ദേഹം ഇവിടെ കൊണ്ടുവരിക, അദ്ദേഹം നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ ഗസ്റ്റുകളെ കണ്ടെത്തുന്നതിന് നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല പുള്ളിക്കാരനാണ് അതിന്റെ ബെസ്റ്റ്. ആ ഒരു സെഷൻ മോഡറേറ്റ് ചെയ്യാൻ അദ്ദേഹം ബെസ്റ്റ് ആണ് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം. ആ സെഷനിൽ സോളിസിറ്റർ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത് മധു ചെമ്പാശ്ശേരി. പിന്നീട് അതിൽ ജയരാജസ് എന്ന് പറയുന്നത് ഒരു പ്ലാനിങ്ങിന്റെ ഒരു കൗൺസിലിന്റെ തന്നെ പ്ലാനിങ്ങിന്റെ ഒക്കെ ഹെഡായിട്ടൊക്കെ ടൗൺ പ്ലാനിങ്ങിന്റെ ഒക്കെ ഹെഡാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ വ്യൂ എന്ന് പറയുന്നത് അമേസിംഗ് ആണ്. അത് ആ സെഷനിലെ ഏറ്റവും സ്റ്റാർ പെർഫോമർ എന്ന് പറയുന്നത് ജയരാജായിരുന്നു. നന്നായി ആ കാര്യങ്ങൾ അവതരിപ്പിക്കുക, നന്നായി എക്സ്പ്രസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുപോലെ തന്നെ ബാലകൃഷ്ണൻ ബാലഗോപാൽ അത്യാവശ്യം സോഷ്യൽ പൊളിറ്റിക്സ് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു വിഷയമാണ്. പിന്നെ രവിരാമൻ സാർ എന്ന് പറയുന്നത് കേരളത്തിന്റെ പ്ലാനിംഗ് ബോർഡ് മെമ്പറാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം നമ്മുടെ സെഷനിൽ പബ്ലിഷ് ചെയ്തു. വെരി ഗുഡ്. അദ്ദേഹമായിരുന്നു ഈ പരിപാടി പങ്കെടുത്ത ആ സെഷനിൽ സംസാരിച്ചു. ഈ വിഷയത്തിൽ നന്നായി സംസാരിക്കാൻ കഴിയുന്ന 5 പേരാണ് ആ ടോപ്പിക്. നന്നായി നല്ല ഇൻട്രാക്ഷനോട് കൂടി നല്ല രീതിയിൽ ആ ടോപ്പിക്കുകൾ ചർച്ച ചെയ്തു എന്നുള്ളത് വളരെ ഗംഭീരമായിട്ട് ആ സെഷൻ നമുക്ക് കൈകാര്യം ചെയ്യും. നമ്മളിപ്പോൾ എപ്പോഴും ഈ ടോപ്പിക്കുകളായിരുന്നു നമ്മുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഒരു കാമ്പ്. അത് മാത്രമല്ല ഇതിന്റെ ടൈറ്റിലുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് എപ്പോഴും നമ്മൾ പെട്ടെന്നൊരു ശ്രദ്ധ വരിക്കണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം വേണം. അതുകൊണ്ട് തന്നെയാണ് ടൈറ്റിലുകൾ ഇടുന്നതിന് നമ്മൾ ഒരുപാട് സഹായങ്ങൾ പലരുടെയും നിന്നുള്ള സജഷൻസ് മേടിച്ചിട്ടാണ് നമ്മൾ. അപ്പോൾ അവിടുന്ന് കിട്ടുന്നതിന് അരമുറി, ഇവിടുന്ന് കിട്ടുന്ന അരമുറി എല്ലാം കൂടെ ചേർത്തൊക്കെ വെച്ച് നമ്മൾ ഗംഭീരമായി അതിനെ ഡിസൈൻ ചെയ്തെടുക്കാൻ കഴിയും. പിന്നെ അതോടൊപ്പം ഞങ്ങൾ ഇതിന്റെ കൂടെ നമ്മൾ സാഹിത്യ പുരസ്കാരം കൊടുത്തു. സാഹിത്യ പുരസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച കഥ, കവിത, നോവൽ ഈ 3 വിഭാഗങ്ങളിലായി നമ്മൾ എൻട്രികൾ സ്വീകരിച്ചു. നമ്മൾ വിചാരിച്ചൊരു 10-15 എൻട്രിയൊക്കെ നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് പ്രവാസികൾ നമ്മൾ 48 എൻട്രി വന്നു എന്നുള്ളത്. 48 എൻട്രി എഴുതി പബ്ലിഷ് ചെയ്ത് നമുക്കിവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം നമ്മൾ തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചു. പക്ഷേ നമുക്കത് അത്രയും എൻട്രി കൂടുതൽ വന്നതോടുകൂടി നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി. അങ്ങനെ വന്ന് നമ്മളൊരു ജൂറിയെ തീരുമാനിച്ചു. വയലാർ ശരത്ചന്ദ്രവർമ്മ ജൂറി ചെയർമാനും മാധവൻ പുറച്ചേരി, ആലങ്കോടി ലീലാകൃഷ്ണ മാഷും ഇതിൻ്റെ ജൂറി അംഗങ്ങളായി നമ്മളൊരു ജൂറി നിശ്ചയിക്കുകയും ജൂറിയെ കൊണ്ട് നമ്മളിതിൻ്റെ അവാർഡ് നിശ്ചയിക്കുന്ന നിലയിലേക്ക് പോയി. കാര്യം നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്തത്രയും നമ്പർ വരുന്നു. നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് നമുക്കിത് പെട്ടെന്നൊരു നമ്മളൊരു ഇതിലേക്ക് വരുമ്പോൾ അത് പിന്നീട് മറ്റ് ഒരു ആശങ്കകൾ ഉണ്ടാകണ്ട എന്ന് കരുതിയാണ് നമ്മൾ പ്രത്യേക ജൂറി ഉണ്ടാക്കി. ആ ജൂറിയുടെ കയ്യിൽ നമ്മളിത് വളരെ കൃത്യമായി അതിൽ നോവൽ വിഭാഗത്തിൽ ജയശ്രീ ശ്യാംലാലിൻ്റെ പുസ്തകം, ജയശ്രീ ശ്യാംലാലാണ് നോവൽ വിഭാഗത്തിൽ വിജയിച്ചത്. അതുപോലെ തന്നെ കഥാവിഭാഗത്തിൽ പിന്നീട് JP എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. കവിതാ വിഭാഗത്തിൽ അനൂപ് എം ആർ എന്ന് പറയുന്നൊരു എഴുത്തുകാരൻ്റെ പുസ്തകമാണ്. അങ്ങനെ 3 വിഭാഗങ്ങളിലായിട്ട് നമ്മൾ അവാർഡ് പ്രഖ്യാപിച്ചു. അവിടെ വെച്ച് തന്നെ മിനിസ്റ്റർ അവാർഡ് കൊടുക്കുകയും. മിനിസ്റ്റർ അപ്പോൾ അതിഥിയായിട്ട് വന്നത് മിനിസ്റ്റർ നമ്മുടെ ഉദ്ഘാടകൻ എന്ന് പറയുന്നത് മിനിസ്റ്ററാണ്. മിനിസ്റ്റർ P പ്രസാദ്, കേരളത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു. അതിലെ ഇതിൻ്റെ ഒരു സ്പീച്ച് ഒരു 45-50 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഉദ്ഘാടന പ്രസംഗം ഉണ്ടായിരുന്നു. അതിഗംഭീരമായൊരു ഉദ്ഘാടന പ്രസംഗം. ആ വന്നിരുന്നവരെല്ലാവരും ഒരു ഒന്നും ഡിസ്റ്റർബ് ആകാതെ അവിടെ ഇരുന്ന് കൃത്യമായി കേട്ടൊരു പ്രസംഗമാണ്. അദ്ദേഹം എന്താണ് എഴുത്തിൻ്റെ പ്രാധാന്യം, എങ്ങനെ, അദ്ദേഹം ഒരു നല്ല വായനക്കാരനാണ്. അദ്ദേഹം വായിച്ച പുസ്തകങ്ങളെ കോട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എഴുത്തിൻ്റെ നിലവിലെ രാഷ്ട്രീയം സംബന്ധിച്ച് എല്ലാം നന്നായി ഒരു മാലയിലെ മുത്തുമണികൾ തീർത്തതുപോലെ അതിങ്ങനെ കൃത്യമായി അവതരിപ്പിച്ച് അതിഗംഭീരമായ ഒരു ഉദ്ഘാടന പ്രസംഗം. മാത്രമല്ല അദ്ദേഹം നമ്മളോട് ഭയങ്കര രീതിയിൽ സഹകരിച്ചു. നമ്മളെ അവസാന നിമിഷം വരെ വിസ
കിട്ടുകയോ കിട്ടാതിരിക്കുക, അതിൻ്റെ ഡിലേ വരികയും അവസാനം നമുക്ക് എത്തുകയും ചെയ്തെങ്കിൽ പോലും നമുക്ക് ആദ്യ അവസാനം വരെ നമ്മളോട് പൂർണ്ണമായി സഹകരിച്ച് നമ്മളെ ഈ പരിപാടി അതിഗംഭീര വിജയമാക്കി തീർക്കുന്ന എൻ്റെ വലിയൊരു പങ്ക് മിനിസ്റ്റർക്കുണ്ട്. മിനിസ്റ്റർ നമ്മളെ ഒരുപാട് സഹായിച്ചു. നമുക്കൊരു മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആക്സസിബിൾ ആയിട്ടുള്ള ആളൊന്നും ആയിരിക്കില്ല. പക്ഷേ നമ്മളെ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ നമ്മളോട് പെരുമാറുന്നു അതേപോലെ എല്ലാ സൗകര്യക്കുറവിലും അസൗകര്യത്തിലും നമ്മളോടൊപ്പം നിന്ന് കൂടെ നിന്നു എന്നുള്ളതാണ്. ഒരു ഡിമാൻഡുകളോ മറ്റ് എനിക്ക് ഇന്നത് വേണം ആവശ്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. എല്ലാത്തിലും സാറ്റിസ്ഫൈഡ് ആയി ഞങ്ങളോട് നിന്ന് വലിയ വിജയമാക്കി നമ്മളോട് യാത്ര പറഞ്ഞു. നല്ലൊരു ബന്ധം, നമ്മൾ തമ്മിലൊരു ബന്ധം, ഞങ്ങളെല്ലാവരും തമ്മിൽ എല്ലാവരുടെയും വീടുകളിൽ തന്നെയാണ്. നമ്മൾ മറ്റ് ഹോട്ടൽ റൂം എടുത്ത് അങ്ങനെയല്ല, ഞങ്ങളുടെ വീടുകളിൽ തന്നെയാണ്. നമുക്ക് അതിന്റെ ഒരു കോസ്റ്റ് എന്നുള്ള ഒരു വലിയൊരു കാര്യമാണ്. ഒരു ഇപ്പോൾ ലണ്ടനിൽ ഒരു റൂം എടുത്ത് എത്രായിരം. ശരിയാണ്. പക്ഷെ നമ്മുടെ വീടുകളിൽ തന്നെ എനിക്ക് വീട്ടിൽ മതി എന്ന് പറയുമ്പോൾ എനിക്ക് അത് മതി എന്ന് പറയുമ്പോൾ ഒരാൾ അത് നമ്മളെ സംബന്ധിച്ച് സാമ്പത്തികത്തിനേക്കാൾ അപ്പുറം നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അതൊരു വലിയ കാര്യമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഒരു ജനകീയനായ മന്ത്രിയുടെ ഒരു ക്വാളിറ്റി. വീടുകളിൽ നിൽക്കുക എന്നുള്ളത്. അയാളൊരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ തുടങ്ങി ഏറ്റവും ഒരു താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന് കേരളത്തിന്റെ മന്ത്രിയായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെതായ അതിന്റെ ഒരു ക്വാളിറ്റിയാണ് നമുക്ക്. നമസ്കാരം. ഇക്കഴിഞ്ഞ ജൂൺ 25-ന് ലണ്ടനിൽ നടന്ന യുവകലാസാഹിതി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേറിട്ട ഒരനുഭവം തന്നെ ആയിരുന്നു. മലയാളത്തിന്റെ മണ്ണിൽ നടന്ന നിരവധിയായ സാഹിത്യോത്സവങ്ങളിൽ പങ്കാളിയായിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു നല്ല അനുഭവം തന്നെയായിരുന്നു യുവകലാസാഹിതി സംഘടിപ്പിച്ച ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. എത്രയെത്ര വിഷയങ്ങൾ, സംവാദങ്ങൾ, പുസ്തക പ്രദർശനങ്ങൾ, പുസ്തക പ്രകാശനം, മെമ്മോറിയം, ആർട്ട് ഗാലറി, സാഹിത്യ പുരസ്കാരം, ഇങ്ങനെ വൈവിധ്യങ്ങളാർന്ന പരിപാടികൾ കൊണ്ട് യൂറോപ്പിലെ ആദ്യത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനെ ലണ്ടനിൽ ഒരുക്കാൻ ഒരു സംഘം ചെറുപ്പക്കാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത. നാടുകടന്നവരുടെ നാരായം, വംശീയത, കുടിയേറ്റം, പ്രവാസി എഴുത്തുകാരുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, തലമുറ മാറ്റത്തിലെ ചേരാത്ത കണ്ണികളെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, ഇവയെല്ലാം കൊണ്ട് സമ്പന്നമായിരുന്നു ആ ചർച്ചകൾ എല്ലാം. പങ്കാളികളായ എല്ലാവർക്കും ഹൃദ്യമായ എന്നവണ്ണം ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലേക്ക്, ഇടപെടാൻ കഴിയുന്ന തരത്തിലേക്ക് നല്ല ഒരു ചർച്ചാവേദിയായി ആ 4 സെഷനുകളും മാറിയതാണ് എൻ്റെയും അനുഭവം. പങ്കെടുത്ത എല്ലാവർക്കും ഇതേപോലുള്ള അഭിപ്രായമാണ് എന്നും ആ സദസ്സിനിടയിൽ ഇരുന്നപ്പോഴും എനിക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. കുറേ ആളുകളുടെ, ഒരു സംഘം ചെറുപ്പക്കാരുടെ അത്യധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ലണ്ടനിൽ യൂറോപ്പിലെ ആദ്യത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് അരങ്ങൊരുങ്ങിയത്. അത് വിജയകരമായി പര്യവസാനിപ്പിക്കാൻ കഴിഞ്ഞത്. അതിന്റെ മുന്നണിയിലും പിന്നണിയിലും നിന്ന് പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. പ്രവാസി എഴുത്തുകാരെ ലോകത്തിനു മുമ്പിൽ പരിചയപ്പെടുത്തിയ ഒരുപാട് അനുഭവങ്ങളുണ്ട്. മലയാളത്തിന്റെ മണ്ണിൽ നിന്ന് ജീവിതത്തിന്റെ പച്ചപ്പുകൾ തേടി ലോകത്തിന്റെ പലയിടങ്ങളിലേക്കായി കുടിയേറിയിട്ടുള്ള ആളുകളിൽ ഒത്തിരി പേർ നല്ല എഴുത്തുകാരായി നമ്മുടെ മുമ്പിലുണ്ട്. മലയാളത്തിന്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ആ കൂട്ടരിൽ നിന്ന് പ്രമുഖമായ ആളുകളെ കണ്ടെത്താൻ മലയാളത്തിലെ എണ്ണം പറഞ്ഞ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരടങ്ങുന്ന ഒരു ജൂറിയെ നിയോഗിച്ചുകൊണ്ടാണ് യുവകലാസാഹിതി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് സാഹിത്യ പുരസ്കാരം സമ്മാനിച്ചത്. ആ തെരഞ്ഞെടുപ്പുകൾ, ആ പുസ്തകങ്ങൾ, അതെല്ലാം അവർ ഉയർത്തിപ്പിടിച്ചിരുന്ന ഈ കാര്യത്തിലെല്ലാം ഉള്ളൊരു കണിശതയെ വെളിവാക്കുന്ന കാര്യമായിരുന്നു. ഞാൻ എല്ലാം പറഞ്ഞു പോകാൻ ഒരുപ്പെടുന്നില്ല. ഒരു സാഹിത്യ ആസ്വാദകൻ എന്ന തരത്തിൽ മാത്രം എന്നെ കണ്ടാൽ മതിയാവും. തീർച്ചയായിട്ടും അങ്ങനൊരു ആസ്വാദനത്തിന്റെ തലത്തിൽ നിന്ന് ഞാൻ നോക്കുമ്പോഴും എനിക്ക് ഏറ്റവും ഹൃദ്യമായ ഒന്നായി ഈ പരിപാടി അനുഭവപ്പെട്ടു. യുവകലാസാഹിത്യ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടകനായി ക്ഷണിക്കുമ്പോൾ ലണ്ടനിലെ ഒരു മലയാളി പരിപാടി എന്നതിനപ്പുറത്തേക്ക് ഞാനും ഒന്നും കണക്ക് കൂട്ടിയിരുന്നില്ല. എന്നെ അത്ഭുതപ്പെടുത്തി അവിടെ എത്തുമ്പോൾ അവർ സംഘടിപ്പിച്ച വൈവിധ്യങ്ങളാർന്ന പരിപാടികൾ എല്ലാം. തുടർന്ന് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ യുവകലാസാഹിത്യ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് എല്ലാ പിന്തുണയും പിൻബലവും ഉണ്ടാകും എന്ന് തന്നെയാണ് അതിൽ പങ്കാളിയായ എല്ലാവരും പറഞ്ഞത്. ഒരു ജനത അപ്പാടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും ഒരേപോലെ ഈ സാഹിത്യോത്സവത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി എന്നുള്ളതായിരുന്നു അതിന്റെ കാരണം. എല്ലാ പിന്തുണയും പിൻബലവും ഇവർക്ക് കിട്ടിയത് അവർ പങ്കെടുത്ത എല്ലാവരും അതിനെ ഉൾക്കൊള്ളുന്നു, അതിനപ്പുറത്തേക്ക് ഹൃദയത്തിൽ ഏറ്റുവാങ്ങി എന്നുള്ളത് തന്നെയാണ്. യുവകലാസാഹിതിയുടെ ലണ്ടനിലെ പ്രവർത്തകർക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. തുടർന്ന നാളുകളിലുള്ള യുവകലാസാഹിതി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ
അടുത്ത എഡിഷനുകൾ ഇതിനേക്കാൾ അതിമനോഹരമാക്കി തീർക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിനുള്ള ഊർജ്ജം നിങ്ങൾക്ക് ഈ പരിപാടിയിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ബ്രിട്ടനിലെ മലയാളി സമൂഹത്തിന്, യൂറോപ്പിലെ മലയാളി സമൂഹത്തിന് ഏറ്റവും വിലപ്പെട്ട കനപ്പെട്ട ഒരു സാഹിത്യോത്സവമായി ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്ന ഈ യുവകലാ സാഹിതി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വരുന്ന ആളുകളിലും അങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ, എൻ്റെ വിശ്വാസം. ഒരിക്കൽ കൂടി എല്ലാവിധമായ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. നിങ്ങൾ ഈ ജൂറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരാണ് അതിലുള്ളത്, എഴുത്തുകാർ. ഒരു ക്വസ്റ്റ്യൻ, 48 എൻട്രി വന്നു എന്ന് പറഞ്ഞു, 48 എണ്ണം വന്നിട്ടുണ്ട്. അവരിതിൻ്റെ ക്വാണ്ടിറ്റിയെക്കാട്ടിലും ക്വാളിറ്റി ആയിരിക്കും അസസ് ചെയ്തിട്ടുണ്ടാവും. അവരെന്താണ് അവരുടെ ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നത്? അത് ഫീഡ്ബാക്ക്, അത് വയലാറിൻ്റെ വീഡിയോ ഉണ്ട്. നമസ്കാരം, ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട വയലാറിൻ്റെ മകൻ വയലാർ ശരത്ചന്ദ്രവർമ്മ. UK യുവകലാ സാഹിത്യ ഘടകം 2025 ആദ്യമായി സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായുള്ള കവിതാരചന, കഥാരചന, നോവൽ രചന, ഇത് അവിടെയുള്ളവർ തമ്മിൽ മത്സരിപ്പിച്ച് അവരിൽ നിന്ന് ഒന്നാം സ്ഥാനക്കാരെ തിരഞ്ഞെടുക്കുക എന്ന കാര്യത്തിൽ ഒരു വിധികർത്താവാണ് ഞാൻ. യുവകലാസാഹിത്യമായിട്ട് എനിക്കുള്ളൊരു ബന്ധം 2 തലമുറയുടെയാണ്. 1975 യുവകലാസാഹിത്യ KPSC കാര്യങ്ങളും KPSCയിൽ ആരംഭിക്കുമ്പോൾ വയലാറുണ്ടായിരുന്നു. ആ പരിഗണനയിൽ ഇപ്പോൾ ഞാൻ കേരള യുവകലാസാഹിതിയുടെ രക്ഷാധികാരിയാണ്. അപ്പോൾ അങ്ങനെ ഈ സാഹിത്യോത്സവത്തിലെ രചനാ വിഭാഗങ്ങളുടെ സമ്മാനത്തിൽ ഒരു വിധികർത്താവാണ് ഞാൻ. മറ്റൊന്ന് എന്ന് പറയുന്നത് യുവകലാസാഹിതിയുടെ കേരള സംസ്ഥാന പ്രസിഡൻ്റായ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനാണ്. മറ്റൊന്ന് പ്രവാസികളുടെ മൊഴികൾ എന്ന കവിത ഉൾപ്പെടെ ധാരാളം രചനകൾ നടത്തുകയും അംഗീകാരങ്ങൾ നേടിയ ശ്രീ മാധവൻ പുറച്ചേരിയാണ്. അവരോടൊപ്പം ഈ ഞാനും. ഞങ്ങൾക്ക് ആദ്യമായി അവർക്ക് വേണ്ടി ഇത് പറയുമ്പോൾ ഞങ്ങൾക്ക് ആദ്യമായൊരു സന്തോഷമുള്ളത്, ക്രിസ്മസിന് കേക്ക് കിട്ടുന്ന പോലെ, ഓണത്തിന് കോടി കിട്ടുന്ന പോലെ, വിഷുവിന് കൈനീട്ടം കിട്ടുന്ന പോലെ ഒരു വായനാ വാരത്തിൽ പുസ്തകങ്ങൾ സമ്മാനമായി വായിക്കാൻ തരിക എന്ന് പറയുന്ന ഏറ്റവും വലിയ, ഈ സമയത്ത് പുസ്തകമല്ലാണ്ട് മറ്റെന്താ തരിക? അങ്ങനെ വലിയ പ്രവൃത്തി കൈനീട്ടമായോ കോടിയായോ മധുരമായോ ഞങ്ങൾക്ക് തന്നു യുവകലാസാഹിതി UK ഘടകം എന്നുള്ളതാണ് പ്രത്യേകത. രണ്ടാമത്, ഈ പുരസ്കാരം സമ്മാനിക്കുന്നത് ഞങ്ങളുടെ MLAയും നമ്മുടെ മന്ത്രിയുമായ ശ്രീ P. പ്രസാദാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അറിയാലോ. ഇപ്പോൾ വരുമ്പോൾ, അവിടെ എത്തുമ്പോൾ കൈനഖങ്ങൾക്കിടയൊന്ന് കുത്തി നോക്കിയാൽ മതി. ഒരു മൺതരിയോ അല്പം പൂഴിയോ അല്പം ചെളിയോ അല്പം വളമോ ഉണ്ടാകും. മണ്ണിനെ തൊട്ട് തലോടി മണ്ണിനെ കുഴിച്ച് വിത്തിടുന്ന നമ്മുടെ അന്നദാതാവ് എന്ന് പറയാവുന്ന ബഹുമാനപ്പെട്ട P. പ്രസാദ് എന്ന കൃഷിമന്ത്രി ഈ സമ്മാനം കൊടുക്കുമ്പോൾ അതിന് മറ്റൊരു അഭിമാനം കൂടിയുണ്ട്. ഇതിനകത്ത് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ കൃതികൾ തിരഞ്ഞെടുക്കുമ്പോൾ 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ 3 മാനസികാവസ്ഥയിൽ ഇരുന്നായിരുന്നു ഞങ്ങൾ തീരുമാനമെടുത്തത്. അത് ഓരോരുത്തരുടെയും നിഷ്പക്ഷമായ തീരുമാനം തന്നെയായിരുന്നു. യുവകലാസാഹിതിയുടെ മുദ്രാവാക്യം പോലെ മതമല്ല, ജാതിയല്ല, മനുഷ്യനാണ് പ്രാധാന്യം എന്ന് പറയുന്ന പോലെ എഴുത്തുകാരനല്ല, എഴുത്തുകാരിയല്ല, എഴുത്തിനാണ് പ്രാധാന്യം എന്ന് മാത്രമേ ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ. ആ തീരുമാനം 3 മാനസികാവസ്ഥയിൽ നിന്ന് ആണ് ഉണ്ടായതെങ്കിലും അതിൻ്റെ തീരുമാനത്തിൻ്റെ സ്വരൂപം ഈ വിധിയിൽ ഉണ്ടായിരുന്നു എന്നായിരുന്നു ഞങ്ങളുടെ ഒരു വിശ്വാസം. ഒരു സ്വയംവരത്തിന് മാലയുമായി സുന്ദരന്മായ രാജകുമാരുടെ മുമ്പിൽ നടക്കുമ്പോൾ ഒരു രാജകുമാരിക്കുണ്ടാകുന്ന ആശങ്കയും ഞങ്ങൾക്കില്ലായിരുന്നു. കാരണം ഒരു എഴുത്തുകാരൻ്റെ എഴുത്തുകാരിയുടെ ഭാവനയെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ആ ഭാവന വിളമ്പിത്തരുമ്പോൾ, അക്ഷരത്തിലൂടെ വിളമ്പിത്തരുമ്പോൾ എത്രമാത്രം വായനക്കാരനെ സ്വാധീനിക്കുന്നു, ആ സ്വാധീനിക്കുന്ന കാര്യത്തിൽ ഈ 3 പേരും, വിജയിച്ച 3 പേരും ഒരേപോലെ സമ്മാനാർഹരാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഒരേപോലെ തോന്നുന്നു എന്ന് വെച്ച് പുറകോട്ട് പോയവരല്ല,
അല്ലെങ്കിൽ സമ്മാനം കിട്ടാത്തവർ ഒട്ടും മോശക്കാരല്ല എന്നുള്ള കഥയും നമുക്കറിയാം. പക്ഷേ സമ്മാനം കൊടുക്കുമ്പോൾ ഒരാൾക്കല്ലേ കൊടുക്കാൻ കഴിയും. ഇതിനകത്ത് അധികം ഞാൻ സംസാരിക്കുന്നില്ല. കവിതാ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് M.R. അനൂപ് ആണ്. അദ്ദേഹത്തിൻ്റെ ചരിത്ര ഹൗവ എന്ന കവിത ഭാവന കൊണ്ടും ഘടന കൊണ്ടും പുതിയൊരു ആവിഷ്കാര രീതിയായിരുന്നു. നിയമലംഘനം തെറ്റാണ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വാക്കിനെ തിരുത്തിക്കൊണ്ട് നിയമലംഘനമായിരുന്നു മനുഷ്യകുലത്തിൻ്റെ പാപമുക്തി എന്ന് ഹൗവയുടെ പ്രഖ്യാപനത്തെ മറ്റ് പല പല രീതിയിൽ ചരിത്ര ഹൗവയെ മാറ്റി തിരുത്തി എഴുതിയ ഒരു പുതിയ രീതിയായിരുന്നു അത്. അതുതന്നെയായിരുന്നു കവിതയിലെ M.R. അനൂപിനെ ഒന്നാം സ്ഥലത്തിൽ ചരിത്ര ഹൗവ. കഥകളും അതുപോലെ തന്നെ ജിജി പോൾ രചിച്ച അളകനന്ദയിലെ ദേവദാരുക്കൾ എന്ന കൃതി ഒരു പ്രണയത്തിൻ്റെ നദി അല്ലെങ്കിൽ സമുദ്രം നീന്തി പ്രണയത്തിൽ വിജയിക്കുന്നവൻ ബോധമില്ലാതെ വെള്ളം കുടിച്ച് ബോധമില്ലാതെ നീന്തി കരയിലെത്തിയപ്പോൾ ഭഗി എന്ന ഭാഗീരഥിയുടെ പേരുള്ള നായികയെ കാണുമ്പോൾ അവൾക്ക് വേണ്ടി കരുതി വെച്ച ഈ ജീവൻ നഷ്ടപ്പെടുന്ന സമയത്തും അവൾക്ക് വേണ്ടി കരുതി വെച്ച അവൾക്ക് വേണ്ടി കോരിയെടുത്ത ആ ദേവദാരു പൂവ് കൈ തുറക്കുമ്പോൾ വെള്ളാരം കള്ളികൾക്കിടയിലേക്ക് വെള്ളത്തോടൊപ്പം വീഴുന്ന ആ പ്രണയത്തിൻ്റെ ബിംബമുണ്ടല്ലോ, അതിൻ്റെ മനോഹാരിത ഞങ്ങൾക്ക് ഒരേപോലെ ഇഷ്ടപ്പെട്ടു. 3 പ്രായക്കാരാണ്. നോവൽ സാഹിത്യത്തിൽ നോവൽ വിഭാഗത്തിൽ ജയശ്രീ ശ്യാമലാലിൻ്റെ മിറിയം. ഈ 3 തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ഒരേപോലെ ഇരുന്നു എന്നുള്ളത്. നോവൽ വിഭാഗത്തിലുണ്ടായത് 3 ദുഃഖങ്ങളുടെ അവസ്ഥയാണ്. എല്ലാം സ്വകാര്യതയുള്ളതാണെങ്കിൽ കൂടിയും മറ്റ് 2 പേരുടെയും ദുഃഖങ്ങൾക്ക് പ്രതീക്ഷയുടെ ഒരു വകുപ്പ് കിടപ്പുണ്ടായിരുന്നു. മിറിയത്തിൽ നാസി ഭരണകാലത്ത് ഉറ്റവർ നഷ്ടപ്പെട്ട ബന്ധനസ്ഥയായ ഒരു കഥാപാത്രത്തിൻ്റെ മാനസിക അവസ്ഥ ആവിഷ്കരിക്കുക. ജയിലിൽ നിന്ന് മോചിതയാകുമ്പോൾ എന്നെ കാത്തു നിൽക്കാൻ ആരുമില്ല, എനിക്ക് പ്രതീക്ഷയില്ല, പക്ഷെ ഞാൻ മോചിതയായി എന്ന് പറയുമ്പോൾ പത്മരാജൻ്റെ വരികൾ ഓർക്കുന്നു. തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിൻ്റെ വിങ്ങലാണ്. മറ്റ് 2 പേർക്കും ആ സ്നേഹം കിട്ടുന്നൊരു പ്രതീക്ഷയ്ക്ക് സാഹചര്യമുണ്ട്. ഇതതുപോലുമില്ല. ഇപ്പോൾ ദുഃഖത്തിൻ്റെ പരമോന്നത കൊടുമുടി എന്ന് പറയുന്ന രീതിയിലാണ് വയലാർ പറഞ്ഞ് ഞാൻ പ്രഖ്യാപിക്കാം. അതപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓൺലൈനായിട്ട് വന്നിട്ട് അവാർഡ് പ്രഖ്യാപിക്കാം. ഞങ്ങൾ ബാക്കിലെ സ്ക്രീനിൽ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ ഇത് ഇട്ടു. ഇതിൽ ആ ഡിസ്പ്ലേയിലൂടെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പറയും ഒന്നിനൊന്ന് മികച്ച എൻട്രികളാണ് വന്നത്. അപ്പോൾ ചില സമയം നമുക്ക് കൺഫ്യൂഷൻ വരും ഇതിൽ ഏത് കൊടുക്കുമെന്ന്. പക്ഷേ അവസാനം നമ്മൾ ഒരു കൺസൈസ് ഒരു തീരുമാനത്തിൽ എത്തുകയാണ് ചെയ്തത്. അത്ര മികച്ച എൻട്രികൾ പലതും ഉണ്ടായിരുന്നു. നമുക്കങ്ങനെ പേരെടുത്ത് പറയുന്നില്ല, അതൊരു ബുദ്ധിമുട്ടാകണ്ട എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ പേരെടുത്ത് പറയുന്നില്ല. നന്നായി മത്സരിച്ചു. നമുക്ക് അടുത്ത തവണ കുറച്ചുകൂടെ വൈഡായി നടത്തണം. ഇവർ ചില കഥകളുടെ പേരുകൾ മെൻഷൻ ചെയ്തും അദ്ദേഹം പറഞ്ഞു. നമ്മൾ പേഴ്സണലായിട്ട് ഫോണിൽ വിളിച്ചിട്ട് നമ്മളടുത്ത് ഇത് പറയുമ്പോൾ ഇത് ആദ്യം പ്രഖ്യാപിക്കുന്ന സമയത്തിന് മുന്നേ ഇന്നയാണ് കൊടുക്കുന്നത്, അതിന് ഇന്ന റീസണുകളാണ് എന്ന് കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുത്തും. അപ്പോൾ അവർ പറയുന്നത് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പുറത്താണെങ്കിൽ പോലും അവരുടെ ഒരു സാഹിത്യവുമായി ബന്ധപ്പെട്ട് എഴുത്തുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു ക്വാളിറ്റി അത് നമ്മൾ അർഹമായ കൈകളിൽ തന്നെയാണ് ഇത് എത്തിയത്. നമ്മളങ്ങനെ ഇതിന് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വിലക്ക് മേടിക്കുന്ന ഒരു സമയമാണ്. അവാർഡുകളെ കുറിച്ചും അതാണ് ഇന്ന് എൻ്റെ പേഴ്സണൽ അറിവിലുള്ള ചില സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരാൾ പണം കൊടുത്ത ഒരു അവാർഡ് മേടിച്ചു. അത് ഭയങ്കര പബ്ലിസിറ്റിയാണ്. PR നടത്തി വലിയ പബ്ലിസിറ്റി കൊടുക്കുന്ന സിറ്റുവേഷൻ. അപ്പം ആ സമയത്ത് നമുക്ക് അങ്ങനെ വിലക്കെടുക്കാൻ നമുക്ക് പറ്റാത്തൊരു അവാർഡാണ് ഇത് എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയും. അത് മാത്രമല്ല നമ്മുടേത് അതൊരു പിന്നെ അത് മേടിച്ച JP പ്രസംഗം പറയുന്നുണ്ട്. JP പ്രസംഗത്തിൽ JP പറയുന്ന ഒരു ഡയലോഗുണ്ട്, എനിക്കിതുവരെ ഒരാളൊരു സോപ്പ് പെട്ടി പോലും തന്നിട്ടില്ല, ഇത് കിട്ടാൻ വേണ്ടിയായിരിക്കും ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത് എന്ന് അത് മേടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അത് സത്യത്തിൽ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് അത് കേൾക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചും അത് അർഹമായ കൈകളിലാണ് ഇത് എത്തിയതെന്നുള്ളത് സന്തോഷം ഞങ്ങൾക്ക്.
ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു പൂർണ്ണ വിജയമാണ്. തുടക്ക സമയത്ത് കറക്റ്റ് ടൈമിന് സ്റ്റാർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു 10-30 മിനിറ്റ്, 45 മിനിറ്റോളം നമ്മൾ ഷെഡ്യൂൾ ചെയ്തതിനേക്കാൾ താമസിച്ചാണ് തുടങ്ങിയത്. അപ്പോൾ ഈ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് 45 മിനിറ്റ് കഴിഞ്ഞെങ്കിൽ പോലും ഇത് തുടങ്ങി ഇതിൻ്റെ ഒരു ഓർഡറായി നമ്മൾ ഇതിൻ്റെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വരികയും ചെയ്തു. ഉദ്ഘാടന സെഷനിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്തതെന്ന് വെച്ചാൽ സാധാരണ തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്യുക അങ്ങനെയൊക്കെയല്ലേ. നമ്മൾ ഇപ്രാവശ്യം ചെയ്തത് റാം കെയർ ഓഫ് ആനന്ദി, അഖിൽ പി ധർമ്മജൻ്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ, അന്ന് കോൺട്രവേഴ്സി ആയിരിക്കുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകം ദീപാനിശാന്തിന് കൈമാറിയാണ് നമ്മൾ ഉദ്ഘാടനം നടത്തുന്നത്. അതും ഒരു രാഷ്ട്രീയമാണ്, നമ്മുടെ അഭിപ്രായമാണ്. അങ്ങനെ സാഹിത്യ അക്കാദമി അവാർഡ് നേടിയതിനെ അതെന്ത് തരത്തിലുള്ള പുസ്തകമാണെന്ന് ഡിഗ്രേഡ് ചെയ്യുമ്പോൾ അതല്ല, ആ എഴുത്തിന് ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് അത് അവാർഡ് കൊടുത്തത്. ആ പുസ്തകം കൈമാറിയാണ് നമ്മൾ അതിൻ്റെ ഇനാഗുറേഷൻ നടത്തുന്നത്. ഇപ്പോൾ പി പ്രസാദ് മിനിസ്റ്റർ ദീപാനിശാന്ത് ടീച്ചർക്ക് പുസ്തകം കൈമാറി ഉദ്ഘാടനം ചെയ്യുന്നു. ആ ഒരു ഫോട്ടോ തന്നെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ആ ഫോട്ടോ തന്നെയാണ് ഞങ്ങളെ എതിർക്കുന്നവർ, വിമർശിക്കുന്നവർക്കുള്ള മറുപടിയും. ഉദ്ഘാടനം കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു സെഷൻ, ആദ്യത്തെ ഉദ്ഘാടന സെഷൻ, അടുത്തടുത്ത സെഷനുകൾ വരുന്നു. അതിനിടയിൽ അനു ലെനീഷിൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, ഒരു ക്ലാസിക്കൽ ഡാൻസ് ഉണ്ടായിരുന്നു, പാട്ടുകൾ, കവിതകൾ, അങ്ങനെ ഒരുപാട് ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ മിക്സ് ചെയ്ത് നമ്മൾ ഈ പ്രോഗ്രാം നടത്തിയെങ്കിൽ പോലും നമുക്ക് പലതരത്തിലുള്ള ഫീഡ്ബാക്കുകൾ വന്നു. അതിൽ നെഗറ്റീവായ ഫീഡ്ബാക്ക് ആദ്യത്തെ 3-4 ദിവസങ്ങളിൽ ഇല്ലെങ്കിൽ പോലും പിന്നീട് ഒരു ബോധപൂർവമായ ഫീഡ്ബാക്കുകൾ പല കേന്ദ്രങ്ങളിൽ നിന്ന് വന്നു. അത് നമ്മൾ അതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ആ വിമർശനങ്ങൾ ഞങ്ങൾ എടുത്തത്. ഞങ്ങൾക്കുണ്ടായ പോരക്കുറവുകൾ, നിങ്ങൾക്കുള്ള സജഷൻസ്, എന്തെല്ലാം മാറ്റങ്ങളാണ് അടുത്ത തവണ ഞങ്ങൾ വരുത്തേണ്ടത്, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, ഞങ്ങൾ എല്ലാവരെയും പേഴ്സണലി ഫോൺ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, അല്ലാതെ കാണാൻ പറ്റുന്നവരെ കണ്ടു പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ പറയുക, എന്തായാലും പറയാം. അങ്ങനെ നിരവധി പേർ, ഒരുവിധപ്പെട്ട ഒരു മാക്സിമം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന അത്ര ആളുകളുമായി നമ്മൾ കണക്ട് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ആ ഫീഡ്ബാക്ക് കൂടെ അറിയണം. കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് പോയി തെറ്റുകൾ പറ്റാം, പോരക്കുറവുകളുണ്ടാകും, അതൊക്കെ സ്വാഭാവികമാണ്. നമ്മളൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റേതായ പോരക്കുറവുകൾ ആദ്യമായി നടത്തുമ്പോൾ ഞങ്ങൾക്കുണ്ട്, ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നാൽ അടുത്ത തവണ ഇതിനേക്കാൾ മികച്ചതായി നമുക്ക് വരണം. അപ്പോൾ അതിന് നമ്മുടെ ഇത്തരം ചെറിയ ചെറിയ പോരക്കുറവുകളും പോരായ്മകളും തീർക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഫീഡ്ബാക്ക് എടുക്കുന്നത്. സ്വാഭാവികമായും നമ്മൾ അടുത്ത എഡിഷൻ അതിഗംഭീരമായി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ഡിസംബർ മാസത്തിലാണ് നമ്മുടെ സംഘാടക സമിതി എടുക്കുന്നത്. ഡിസംബർ സംഘാടക സമിതി ആലോചിക്കുന്നതിൻ്റെ ഒരു കാര്യം, ഇത്രയും ഈ വർഷത്തെ പ്രത്യേകത, നമ്മുടെ യുവകലാസാഹിതി ആയിരുന്നു ഇതിൻ്റെ ഹോസ്റ്റ് ചെയ്തിരുന്നത്. നമ്മുടെ കമ്മിറ്റി അംഗങ്ങളും എക്സിക്യൂട്ടീവ് ആയിരുന്നു ഇതിൻ്റെ സബ് കമ്മിറ്റികളായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം ഞങ്ങൾ ആലോചിക്കുന്നത്, നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് ബന്ധങ്ങളുണ്ടായിട്ടുണ്ട്. അവരിൽ എക്സ്പെർട്ടായിട്ടുള്ള ഇതിൻ്റെ ഓരോ വിഷയത്തിൽ എക്സ്പെർട്ടായിട്ടുള്ള ആളുകളുണ്ട്. ഇവരെയും കൂടെ കൂട്ടി യോജിപ്പിച്ച് അവരെയും കൂടെ ഈ സംഘാടക സമിതിയിലേക്ക് ഉൾക്കൊള്ളിച്ച് ഇതിൻ്റെ ഒരു ക്യാൻവാസിനെ വലുതാക്കുക എന്നുള്ളതാണ്. പ്ലസ് നമ്മളൊരു തീം ബേസ് ചെയ്ത്, ഒരു തീം ഫിക്സ് ചെയ്ത് ആ തീമിനകത്ത് നിർത്തി നമ്മൾ ഈ പ്രോഗ്രാം ചാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ അത്തരം ചില ഗൗരവകരമായ വിഷയങ്ങൾ കൂടെ കൊണ്ടുവന്ന് കുറച്ചുകൂടെ ഒരു ഇൻ്റർനാഷണൽ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ കഴിയുക. അപ്പോൾ നമുക്ക് അതിലൊരു ഗസ്റ്റായിട്ട് നമുക്ക് ഒരു കുറച്ചുകൂടെ ബുക്കർ പ്രൈസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ അവാർഡുകൾ നേടിയ ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ അതിൻ്റെ ഗസ്റ്റായിട്ട് കൊണ്ടുവരിക. അത്തരം മാധ്യമപ്രവർത്തകർ അല്ലെ എഴുത്തുകാർ, സിനിമയുമായി ബന്ധപ്പെട്ടിരിക്കുക, അങ്ങനെയൊക്കെ കുറച്ച് വൈഡ് ഓഡിയൻസിൽ വൈഡ് ഗസ്റ്റുകളെയും കൂടെ കൊണ്ടുവരാൻ കഴിയുന്ന നിലയിൽ നമ്മളാണ്. അതുമാത്രമല്ല, ടോപ്പിക്കുകൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതിനെയും കൂടെയൊക്കെ പ്ലാൻ ചെയ്യാനാണ് നമ്മൾ ഡിസംബറിൽ ആലോചിച്ച് ജൂൺ ജൂലൈ മാസത്തിലാണ് നമ്മുടെ പ്രോഗ്രാം ഡേറ്റ് ആലോചിക്കുന്നത്. ഡിസംബറിൽ സംഘാടക സമിതി ഒരു 4 മാസം അല്ലെ 5 മാസം കൊണ്ട് പ്രോഗ്രാം ഇത് തന്നെയാണ് നമ്മുടെ ഒരു വരുന്ന പ്ലാനിങ്. നമ്മൾ ഇതിലും മികച്ചതായി വരും എന്നുള്ള 100% കോൺഫിഡൻസ് ഉണ്ട്. ഇതിൻ്റെ ഇപ്പം തന്നെ 248 എൻട്രികൾ നമുക്ക് വന്നു. 248 എൻട്രി നമുക്ക് സ്പോട്ട് എൻട്രി ഉൾപ്പെടെ. നേരത്തെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, അതിന് കൂടാതെ സ്പോട്ടിൽ വന്ന് രജിസ്റ്റർ ചെയ്തവരും ഉണ്ടായിരുന്നു. സ്പോട്ട് രജിസ്ട്രേഷൻ ഉൾപ്പെടെ 248 പേരാണ് ആ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്തത്. അതിൻ്റെ ഒരു നേട്ടം എന്ന് വെച്ചാൽ നമ്മൾ വലിയ ആളുകളെ എണ്ണം പ്രതീക്ഷിച്ചില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളൊരു 150-200 പേരെയാണ് നമ്മുടെ ടാർഗറ്റ് ഇരുന്നത്. അപ്പോൾ അതിനനുസരിച്ചൊരു ഹാളായിരുന്നു നമ്മൾ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഹാള് നിറഞ്ഞു. പിന്നെ ഇത് വന്നു ഫുൾ ടൈം നമ്മുടെ ഹാള് നിറഞ്ഞാണ്. അതൊരു ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു. ചായ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ലൂട്ടനിലുള്ളൊരു ഷോപ്പിൻ്റെ ഒരു ഫുഡ് കോർട്ടും ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ അത്യാവശ്യം നന്നായി ഫുഡ്, അവർക്ക് എല്ലാവർക്കും ഒരു മലയാള ഫുഡ്, എല്ലാ തരത്തിലുള്ള സ്നാക്സും കേരള ഫുഡും ഒക്കെ കിട്ടുന്ന നിലയിൽ ഒരു കൗണ്ടർ അവിടെ അറേഞ്ച് ചെയ്ത്, അങ്ങനെ അതിഗംഭീരമായ എല്ലാ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്ന, നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ സോഴ്സസ് ഉപയോഗിച്ച് നന്നായി നമ്മൾ അതൊന്ന് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഓസ്ട്രേലിയയിലെ യുവകലാസാഹിതിയെക്കുറിച്ച് ഓസ്ട്രേലിയ യുവകലാസാഹിതിയല്ല, ഓസ്ട്രേലിയയിൽ ഈ പിന്നെ നമ്മുടെ പ്രോഗ്രാം, ഈ യുവകലാസാഹിതി ലിറ്ററേച്ചർ ഫെസ്റ്റിവല് അവിടെ
യുവകലാസാഹിതിയല്ല, സമത എന്ന് പറഞ്ഞിട്ട് ഓസ്ട്രേലിയയിലെ ഒരു മലയാളി സംഘടനയാണ് സമത. സമതയാണ് അത്. പിന്നീട് അവിടെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ആലോചിച്ചത്. അതിൽ പിന്നെ സജിതാ മഠത്തിൽ, സിനിമാ താരം സജിതാ മഠത്തിൽ നമ്മുടെ ഒരു സുഹൃത്താണ് ജിതേഷ് എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം നമ്മളായിട്ട് നമ്മുടെ ലീഡർഷിപ്പായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന നിലയിൽ നമ്മളെ ഇതെങ്ങനെയാണ് ചെയ്തത്, അതിൻ്റെ സാഹചര്യങ്ങൾ, സാധ്യതകളൊക്കെ. നമ്മളെല്ലാവർക്കും ഒരു ഡെലിഗേറ്റ് കിറ്റ് ഉണ്ടായിരുന്നു. കിറ്റിൽ നമ്മൾ ഒരു ഡെലിഗേറ്റ് ബാഗ്, യുവലാസാദി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ബാഗ്, നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ അതിൻ്റെ രീതിയിൽ തന്നെ നമുക്ക് റൈറ്റിംഗ് പാഡ് ഉണ്ടായിരുന്നു, പെന്ന്, ബാഡ്ജ്, എല്ലാ സൗകര്യങ്ങളോടും കൂടി. ഡെലിഗേറ്റ് പാസ് വേറെ, ഗസ്റ്റ് പാസ് വേറെ, പിന്നെ ഒഫീഷ്യൽ പാസ് വേറെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എല്ലാവർക്കും ഒരു ഇമെയിൽ ഫോർമാറ്റിൽ രജിസ്ട്രേഷൻ ലിങ്കിലൂടെ രജിസ്റ്റർ ചെയ്ത്, ആ രജിസ്റ്റർ ചെയ്തവർക്ക് രജിസ്ട്രേഷൻ പാസ് ഇഷ്യൂ ചെയ്ത് കൺഫർമേഷൻ കൊടുത്ത് ഡിജിറ്റൽ പാസ് സ്കാൻ ചെയ്താണ്. അത്രയും ടെക്നിക്കലായി നമ്മൾ വളരെ വലിയ രീതിയിൽ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പണിയെടുത്ത് തന്നെയാണ്. അതുപോലെ കൃത്യമായൊരു പ്രൊഫഷണൽ അപ്രോച്ച് നമ്മൾ ഇതിനകത്ത് കാണിച്ചു. ഏതെങ്കിലും 4 പേരെ വിളിച്ചിരുത്തി എന്തെങ്കിലും നടത്തിപ്പോയതല്ല. കൃത്യമായൊരു ഒരു പ്ലാനിങ് പ്ലസ് അതിനേക്കാൾ നല്ല എക്സിക്യൂഷൻ, അതിനേക്കാൾ നല്ല ടെക്നിക്കൽ സപ്പോർട്ട്, ഇതെല്ലാം വെച്ചൊരു പ്രൊഫഷണൽ അപ്രോച്ചാണ് നമ്മൾ ഇതിനകത്ത് നടത്തിയത്. അത് 100% വിജയമായിരുന്നു. അത് ചെറിയ മൈന്യൂട്ടായ കാര്യങ്ങളിൽ പോലും നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരികയും അത് അത്രത്തോളം നന്നായി നടത്തിയെടുക്കാനും നമുക്ക് കഴിഞ്ഞു. അത് വലിയൊരു ടീം. ഇപ്പോൾ നമുക്ക് പേര് പറയാൻ ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഇതിനായിട്ട് സഹകരിച്ച ലിജിൻ, ലിജോ, നമ്മുടെ സുഹൃത്തുക്കൾ, പിന്നീട് ഒരു ശ്രുതി, അങ്ങനെ ഒരുപാട് പേര്, ഒരു അനീസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിൻ്റെ ഭാഗമായിരുന്ന ആൾക്കാർ. അങ്ങനെ നിരവധി പേർ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സഹകരിച്ചിരുന്നു. അവരോടെല്ലാം നമുക്ക് ഇതിലൂടെ പറയാനുള്ളത്, അവിടെ വെച്ച് നമ്മൾ നന്ദി പറഞ്ഞുവെങ്കിൽ പോലും ഇതൊരു നന്ദിയല്ല, ഇത് നാളെയും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ഇതിലും മികച്ചതായ ഇതൊരു കൂട്ടായ്മയാണ്. ഇതൊരു കൂട്ടായ്മയാണ്. അതിപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചാലേ, ഒരുപാട് മലയാളി കൂട്ടുകാരുകളുണ്ട്. ഇതെല്ലാം ചിന്നിച്ചിതറിയാണ് നിൽക്കുന്നത്. ഓരോ കമ്മ്യൂണിറ്റികൾ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഉണ്ട്, അല്ല നോൺ പൊളിറ്റിക്കൽ ആയിട്ടുള്ളതുണ്ട്, കമ്മ്യൂണൽ ഈ ജാതി മത സംഘടനകളുണ്ട്. എങ്ങനെയൊക്കെയാണ് ഇത് നിൽക്കുന്നത്. അല്ലെ പിന്നെ ഇപ്പോൾ ഈ പ്രദേശത്തൊരു മലയാളി അസോസിയേഷൻ, അങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ ഇതിനെ എല്ലാത്തിനെയും കൂടെ കോർഡിനേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് സാഹിത്യത്തിനും അക്ഷരങ്ങൾക്കും അല്ല മറ്റൊന്നിനും കഴിയില്ല. കലാസാഹിത്യ അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇവരെ എല്ലാവരെയും നമുക്ക് ഒരുമിപ്പിക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. നാളുകളിൽ ഇതിലും മികച്ചതായി ഞങ്ങൾ കൊണ്ടുവരും. എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം, കൂടെ നിൽക്കണം. എല്ലാ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു ഫോർ ജോയിനിങ് മീ. പ്രവാസി മലയാളി എന്ന് പറയുന്നതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. മലയാളം എന്നുള്ള ശ്രേഷ്ഠ ഭാഷയെ വളരെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാനായി യുവകലാസാഹിതി പോലത്തെ സംഘടനകൾ ഇവിടെ UK-യിലും പ്രവർത്തിക്കുന്നു. അത് വലിയൊരു സാഹിത്യോത്സവം ലണ്ടനിൽ വെച്ച് നടത്തുന്നു. അത് ഇത്രയും വലിയ വിജയമാവുന്നു. അതിൻ്റെ ഭാഗമാവാൻ സൗത്ത് ഏഷ്യൻ നെറ്റ്വർക്ക് TV-യും ഭാവിയിൽ അവരുടെ കൂടെ ഉണ്ടാവും. അതുവരേക്കും ഈ പരിപാടി കണ്ട എല്ലാവർക്കും നന്ദി. See you soon in another episode. This is Ranjit Shankar Narayanan signing off. Take care.